Hello. 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 Hi, Alina. Hi, hello. Am I audible? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത്? Yes, yes. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. Like നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ അതോ are we waiting for someone else? No. Sorry? Once we are ready, let me know. So we could. Hi, good afternoon, all of you. നമുക്ക് നമ്മുടെ സെഷൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കുറച്ച് പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. All right. ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon. അപ്പോൾ നമ്മുടെ SDP-യുടെ ഒരു പുതിയ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഗായത്രി മാം, നമ്മുടെ മറ്റ് മെമ്പേഴ്സ് എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ SDP-യിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് അനശ്വര മാമിനെ ക്ഷണിക്കുന്നു. അനശ്വര മാം. No? All of you. Today we have a very occupied ma'am with us who taking the SDP. Gayathri ma'am. She was currently working in school as an occupational therapist in Milestone Nursery School for Special Needs Kuwait, and also working as a consultant at Sadison Clinic Kuwait. Previously, she worked in Kozhikode Wellness also. She was a very good facilitator with the group of Tunnel SDP in previous years. She has a very good role with us. She has very expertise in these fields as rehabilitation person. So I would like to invite. Thank you so much. I think നമ്മളുടെ ഇടയിൽ ഒരു ഇന്റർനെറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ബ്രേക്ക് ആവുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. സോ
we could restart. So Anushka ma'am and Anuna. Anuna ആയിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? You guys will be the one who will be handling the. Yes, ma'am. Yeah, okay. So നമ്മുടെ participants എല്ലാവരും വരുന്നുണ്ട്. So എല്ലാവരും mute ആണ്, എല്ലാവരും cameras off ആണ്. So it's my first time I'm doing an online presentation. ഞാൻ ഇതുവരെയും എപ്പോഴും offline presentations ആണ് ചെയ്തിരുന്നത്. So this is my first experience also. അപ്പൊ if it's okay with you guys, like at least few of you, yeah, open up your videos. Even unmute ചെയ്യോ. So hi Shobhak. Hi ma'am. എല്ലാവരും most of you please try to open up your videos and even unmute because Hello. നമുക്ക് ഇതൊരു offline. Hi everyone. ഇതിപ്പോ നമ്മുടെ ഒരു ഓഫ്ലൈൻ പ്രസന്റേഷൻ ആയിരുന്നുവെങ്കിൽ ഇത് മോർ ലൈക്ക് ഒരു ഇന്ററാക്റ്റീവ് കളി ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആയേനെ. പക്ഷെ നമുക്ക് ഓൺലൈനിൽ അതിന്റെ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാം. സോ ഇപ്പം നേരത്തെ അനുശ്വര മാം പറഞ്ഞ പോലെ ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു തെറപ്പിസ്റ്റ് ആണ്. സ്പെഷ്യൽ നീഡ് റീഹാബിലിറ്റേഷനിൽ ഇപ്പൊ എന്റെ ഒരു 8th ഇയർ ആണ്. ഞാൻ കറന്റ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. കുവൈറ്റിലെ ഒരു സ്പെഷ്യൽ നീഡ് സ്കൂളിലാണ് അവിടുത്തെ സ്കൂൾ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ആയിട്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടേതായ ഒരു ക്ലിനിക് ഉണ്ട് സാൻഡ്രസൺ. സോ അവിടുത്തെ കൺസൾട്ടന്റുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ കുറച്ചു പേർക്ക് എന്നെ അറിയാമായിരിക്കും. മുന്നേ ഞാൻ ഒരിക്കൽ ടണൽ വന്നിട്ടുണ്ട്. when I was working in Kozhikode. I had a great experience there in tunnel. പുതിയ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ടെന്ന് മിസ്റ്റർ നദീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So anyway, it's gonna be a interactive session. Okay? All right. So എനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇറ്റ്സ് ലൈക്ക് 90 people ഉണ്ട്, 91 people ഉണ്ട് നമ്മുടെ ഈ പ്രസന്റേഷനിൽ. എവ്രിബഡി അൺമ്യൂട്ട് ചെയ്യൂ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട്. All of you unmute. Camera അല്ല, mute. അതിനൊരു എല്ലാവരും ഒന്ന് സംസാരിച്ചേ. മ്യൂട്ട് ചെയ്തിട്ട് just hi, say your name. എല്ലാവരും മ്യൂട്ട് ചെയ്ത് പറയൂ. ഓർഡറിലല്ല, ഒരുമിച്ച്. നല്ല പാടില്ല. Okay, now everybody. എല്ലാവരും മ്യൂട്ട് ചെയ്തേ. Now everybody please mute. David mute ചെയ്യൂ. ഇനിയുണ്ട് still. Sophia mute. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. Come on. All right. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്ത ഈ ഒരു 2 minutes of time അല്ലെങ്കിൽ പോട്ടെ 1.5 minute of time നമുക്ക് എത്ര പേരോട് സംസാരിക്കാൻ പറ്റി? എത്ര പേർക്ക് എന്നോട് കോൺവെർസേഷൻ എന്താ പറയാ ചെയ്യാൻ പറ്റി? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എത്ര പേര് കേട്ടു? വളരെ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളായിരിക്കും കേട്ടിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് വാസ് എ കയോസ്. Yes or no? നബീല? യെസ്. ഓക്കെ, ഞാൻ മെസ്സേജസ് ഇവിടെ കാണുന്നുണ്ട്. യെസ്, ഇറ്റ് വാസ് എ ബിഗ് കയോസ്. അപ്പൊ നമുക്ക് ആർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറയുന്നത് പോലും ക്ലിയർ ആയിട്ട് ഒരാൾ കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ എന്താ ഇപ്പൊ ഞാൻ എപ്പോഴാണ് മ്യൂട്ട് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ അവരെന്താ സംസാരിക്കാൻ പോകുന്നത് എന്നൊന്നുമില്ല. ഇറ്റ് വാസ് എ ടോട്ടൽ കയോസ്. ഈ പറയുന്ന ആ ഒരു കയോസിനെയാണ് നമ്മൾ സെൻസറി ഓവർവെൽമിങ് അല്ലെങ്കിൽ സെൻസറി കയോസ് എന്ന് പറയാം. സോ ഇതിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ ഡീൽ ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളും പോകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് പുറത്തു നിന്നുള്ള ശബ്ദം, അകത്തു നിന്നുള്ള ശബ്ദം, അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ വോയിസസ്, അതിനൊക്കെ പുറമെ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസ്,
പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസിലൂടെ അവർക്ക് കിട്ടുന്ന ഒത്തിരി തരത്തിലുള്ള സെൻസറി ഇൻപുട്സ്, ഇതെല്ലാം ഒരു എന്താ പറയാ ഒരു ടോട്ടൽ കയോസ് പാക്കേജ് ആയിട്ടാണ് ഓരോ സ്പെഷ്യൽ നീഡ് കുഞ്ഞുങ്ങളും ഇരിക്കുന്നത്. സോ ഇതിനിടയിലാണ് നമ്മൾ അവരോട് സംസാരിക്കാനും നമ്മൾ അവരെ കൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യിക്കാനും ട്രൈ ചെയ്യുന്നത്. സോ എത്ര ശതമാനം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് തിരിച്ചു തരുന്ന ബെനിഫിറ്റ് കുറയും ചില സിറ്റുവേഷനിൽ. നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ശരിയാവുന്നില്ല, അല്ല അവന് മനസ്സിലാവുന്നില്ല, അവൻ പഠിക്കുന്നില്ല, അല്ല തീരെ അവന് ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്, അല്ല അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്യും. ഈവൻ കൊലീഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി മ്യൂച്വൽ ആയിട്ട് സംസാരിക്കും. സോ ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വാട്ട് ഇസ് ദ റൂട്ട് കോസ്, എന്തുകൊണ്ട് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആ കുട്ടി എന്തുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ പറയുന്നത് അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന റീസൺ, ഇതെല്ലാത്തിന്റെയും ഒരു റൂട്ട് കോസ് അതെന്താണ് നമ്മൾ ചിന്തിക്കാം. ആ ചിന്തിച്ചു വരുമ്പോഴാണ് ദിസ് ഇസ് ദ തിങ്, ലൈക്ക് ഒരു സെൻസറി ഓവർവെൽഡ് ആയിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ഒരു ജനറൽ ഡിസ്കഷൻ ആണ്. ഇറ്റ്സ് അബൌട്ട് സെൻസറി, ഗെറ്റിംഗ് സെൻസ് അബൌട്ട് യുവർ സെൻസസ്. ഇവിടെ ഒരുപാട് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത്. സോ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് മീ ദേർ ആൻഡ് ആസ്ക് മീ. ഓക്കെ, ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്, ഐ ആം റിയലി സോറി, ഞാൻ നമ്മളുടെ ഡീറ്റെയിൽ ടോപ്പിക്സിനെ കുറിച്ച് പോകുന്നില്ല, ബിക്കോസ് എവറിബഡി ഹാസ് ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ എന്ന് പറയത്തുള്ളൂ. ഓൾറൈറ്റ്, ഐ നീഡ് എ ഫീഡ്ബാക്ക്, എസ് ഓർ നോ, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ഐ നീഡ് എ ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ലൈക് മൊണോലോഗ്സ് ആയി പോകും. ഓക്കെ 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 മീന, ഓൾ റൈറ്റ്. ഓക്കെ സരോഷ്, അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ജസ്റ്റ് ഗിവ് മീ ആ ഫ്യൂ ആൻസേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്കാണ് വണ്ടിയിൽ പോകുമ്പോ എന്താ പറയാ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ബസ്സിൽ പോകുമ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള സെൻസേഷൻ ഉണ്ടാവുന്നത്? ക്രൗഡഡ് ആയിട്ടുള്ള ബസ്സിൽ, അല്ലെങ്കിൽ ഹിൽ ടോപ്പില്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെയർ സ്പിന്നിൽ പോകുമ്പോഴൊക്കെ വൊമിറ്റിംഗ് സെൻസേഷൻ എത്ര പേർക്കൊക്കെ ഉണ്ട്? അറ്റ്ലീസ്റ്റ് 1 or 2 ഉണ്ടോ? യാ, ഓക്കെ, സ്വപ്ന പറഞ്ഞുണ്ട്, യെസ്, അനു ഉണ്ട്, മനീഷ ഉണ്ട്, ഒരുപാട് പേർക്കുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മള് ക്ലാസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചേഴ്സ് ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതും. അപ്പൊ ആ ഒരു ശബ്ദം നമുക്ക് എന്താ പറയുക, ഒരു ക്ലീൻ ഒരു ശബ്ദം വരും. ആ ശബ്ദം നമുക്ക് ഇറിറ്റബിൾ ആയിരിക്കും. എത്ര പേർക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ട്? അഗൈൻ അനു, ഒത്തിരി പേര്. ഓൾ റൈറ്റ്. സെയിം തിങ് നമ്മൾ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ നമ്മൾ ഈ ട്രാഫിക്കിൽ പോയി നിന്ന് കഴിയുമ്പോൾ ഇവർക്ക് ട്രാഫിക് ഒരിക്കലും എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് കഷ്ടമാന്ന് പറഞ്ഞ ബഹളവും, അതോടുകൂടി മൂഡ് മൊത്തത്തിൽ മാറി, അതോടുകൂടി ഇറിറ്റബിൾ ആകുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇൻ ദാറ്റ് കേസ് ഇപ്പൊ കറന്റ്ലി നിങ്ങളുടെ കയ്യിൽ പെൻ കയ്യിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒരു ടിഷ്യൂ കയ്യിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഇരിക്കണോ വേണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാമറ ഓൺ ആയിരുന്നെങ്കിൽ ഐ ക്യാൻ. ഓക്കെ, അശ്വതി ഉണ്ട്, ജോസിയ ഉണ്ട്, സംതിങ് ഓർ ദ അതർ അല്ലെ? നിങ്ങൾ എത്ര പേര് ഒരു ഇല്ല, ഐഷയുടെ കയ്യിലില്ല. ഓൾ റൈറ്റ്, ഓക്കെ, ശോഭ ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വന്തമായിട്ട് നിങ്ങൾ ഒരു കോൺവെർസേഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കാല് നിങ്ങൾ ആട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ചെയറിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിഞ്ഞ് സംസാരിക്കുക, ഇപ്പൊ ഞാനിപ്പോ കാണിക്കുന്ന പോലെ ഇങ്ങനെ തിരിഞ്ഞ് സംസാരിക്കുക, അല്ലെങ്കിൽ നഖം കടിക്കുക, അല്ല എന്തെങ്കിലും ഒരു സാധനം വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുക, ചൂയിങ് കം ചവയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? യെസ്, ഓൾവേസ്, എല്ലാം ചെയ്യും. ഓൾ റൈറ്റ് എവറിബഡി. അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ ഗ്രൂപ്പിലുള്ള സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓട്ടീസ് ഉണ്ട്, സ്പീച്ച് തെറപ്പിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞ എല്ലാ മേഖലയിൽ പെടുന്ന ആളുകളും ഇതിനകത്തുണ്ട്. നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കണം. ഓക്കെ, ഐ ആം ആസ്കിംഗ് അബൌട്ട് യു ഗൈസ്.
ഇതെല്ലാം തന്നെയും നിങ്ങളുടേതായ സെൻസറി പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ്. You are trying to self-regulate yourself using these kind of things. എന്തെങ്കിലും ഒരു ഫിജിഡ് കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെന്റോ ഒരു ബോഡി പോസ്ചറോ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് റെഗുലേറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ചിൽഡ്രൻ. ഈ കുഞ്ഞുങ്ങളിൽ സ്പെഷ്യലി കുട്ടികളെ സെൻസറി ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളിൽ അവർക്ക് സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ ഓവർവെൽംഡ് ആവുന്നത്. സോ ഈ സംഭവം നമ്മളുടെ കാര്യങ്ങളിലും ഉണ്ട്. നമ്മുടെ പേഴ്സണൽ, അതായത് ഇത്രയും വളർന്ന് വലുതായി ഇത്രയും മെച്ചുവേർഡ് ആയി ചിന്തിക്കുന്ന നമ്മൾക്കുമുണ്ട് ഈ ഇൻസെക്യൂരിറ്റീസ്, ഈ സെൽഫ് റെഗുലേഷൻ പ്രോബ്ലംസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ഓരോ ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്ത് സ്വന്തമായിട്ട് സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, വിത്ത് നോയിങ് ഓർ വിത്തൗട്ട് നോയിങ്. ഓക്കെ, സോ let me know, any one of you, let me know what is an important occupation of a child. ഒരു കുഞ്ഞിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട occupation എന്താണ്? ഐഷ, play. Very good, very good. ഐഷ, ഫാത്തിമ, നബീല, അഞ്ജിഷ, എന്താണ് what is an important job of a child? What is the occupation of a child? ഒരു കുഞ്ഞിന്റെ play. Cry is a job. Play, again play. Yes, play. Swapna, play. Very good, very good. Learning, Riswana, endana learning. What do they learn? Play. Very good, very good. That's it, exactly. Enjoyment. Manaf, yeah, enjoyment. Yes, enjoyment through what? Play. Aisha, sleep. ഞാൻ ചോദിക്കുന്നത് പ്രൊഡക്റ്റീവ് സ്ലീപ്പ് as a part. ഞാൻ പറഞ്ഞതല്ല, what is an important occupation? ഒരു ജോലി, ഒരു കുഞ്ഞിന്റെ യഥാർത്ഥത്തിലെ ജോലി എന്താണ്? ഇറ്റ്സ് പ്ലേ. എക്സാക്ട്ലി, ആസ് എവറിബഡി സേ, പ്ലേ. പ്ലേയിലൂടെ മാത്രമേ കുട്ടികൾ വളരുള്ളൂ. ആൻഡ് ദേ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ത്രൂ പ്ലേ. എക്സ്പ്ലോറിങ്, എക്സാക്ട്ലി എക്സ്പ്ലോറിങ്. അവർ എക്സ്പ്ലോർ ചെയ്യും, അവർ ഇന്ററാക്ട് ചെയ്യും, അവർ മറ്റുള്ളവരുമായിട്ട് ഡെവലപ്പ് ചെയ്യും. lot of behavior, lot of interactions, lot of social relationships. ഇതെല്ലാം തന്നെ friendships, ups and down, adapting, yes, adaptation, ഇതെല്ലാം വരുന്നത് തന്നെ ഒരു കുട്ടിക്ക് പ്ലേയിലൂടെയാണ്. ഈ പ്ലേയിലൂടെ just like that അല്ല, they have like lot of things around their environment. For example, ഒരു 2-year-old കുഞ്ഞ് കളിക്കുന്ന രീതിയും ഒരു 5-year-old കുട്ടി കളിക്കുന്ന രീതിയും തമ്മിൽ വാസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. സോ ഒരു 2-year-old കുട്ടി കളിക്കുന്നത് കൂടുതലും സെൻസറി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലോറേറ്റീവ് ഗെയിംസ് ആയിരിക്കും. സോ ത്രൂ ദെയർ സെൻസേഷൻസ് അവർ എടുക്കുന്ന സാധനങ്ങളിലൂടെ കടിച്ചു നോക്കും, അടിച്ചു നോക്കും, ശബ്ദം ഉണ്ടാക്കി നോക്കും, എറിഞ്ഞു നോക്കും, ഓക്കെ, വലിച്ച് ഓപ്പൺ ചെയ്ത് നോക്കും. ഇതിലൂടെ ദേ ട്രൈ ടു എക്സ്പ്ലോർ ആൻഡ് ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദെയർ ഇൻസൈഡ്. അതെന്താണ്, വാട്ട് ഇസ് ദ സെൻസേഷൻ, ഹൗ ഡസ് എങ്ങനെയാണ് ഞാൻ അത് കളിക്കേണ്ടത്, ഹൗ പ്രൊഡക്റ്റീവ് ഐ ക്യാൻ പ്ലേ. അത് ആ 2-year-old he or she will explore. Okay, that is their play. അതേസമയം ഒരു 5-year-old കുട്ടി അതുപോലെ കളിക്കുവാണെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഇസ് നോട്ട് അഡാപ്റ്റീവ് പ്ലേ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ മെച്ചുവർഡ് പ്ലേ. 5-year-old കുട്ടി അതിനെ പ്രൊഡക്റ്റീവായി ഫങ്ഷണൽ ആയി കളിക്കും. ഒരു കാറിനെ ഒരു 2-year-old കുട്ടി ഒരു 2 വയസ്സുള്ള കുഞ്ഞിന് ഒരു കാർ കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് 2 വയസ്സ് അല്ലെങ്കിൽ 1-1.5 വയസ്സുള്ള കുഞ്ഞ് കാർ ഉരുട്ടി കളിക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ ശബ്ദം ഉണ്ടാക്കി കളിക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. അവനെന്താ ചെയ്യുക, ഈ കാറിനെ എടുത്ത് ചുമരിൽ തട്ടും, ടയേഴ്സ് ഉരുട്ടി നോക്കും, ടയേഴ്സ് ഓപ്പൺ ചെയ്യും, വീണ്ടും ട്രൈ ടു ഫിക്സ് ഇറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഒരു 2-year-old കൊച്ച്, വിത്തിൻ 0 to 2-year-old കുട്ടി ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഈ ബിഹേവിയേഴ്സ് ഒരു 5 വയസ്സുള്ള കുഞ്ഞ് ചെയ്യുവാണെങ്കിൽ we will say no, that's not right. അത് അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേ ബിഹേവിയർ അല്ല. സോ വാട്ട് വിൽ ഡു, നമ്മൾ അതിനെ ഗസ് ചെയ്യും, ഓക്കെ അവന്റെ പ്ലേ ഇമ്മെച്ചുവർഡ് ആണ്. ബട്ട് അതേസമയം ഒരു 5-year-old അതിനെ ഫങ്ഷണലി ഒരു കാർ റേസ് ചെയ്യുവാണ്, ഇല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ കളിക്കുന്നു, അല്ലെങ്കിൽ അത് വെച്ചൊരു കോമ്പറ്റീഷൻ, ഫ്രണ്ടുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മയുടെ മേത്തൂടെ കാർ ഓടിച്ച് കളിക്കുന്നു, അപ്സ് ആൻഡ് ഡൗൺസ് ഹിൽസിൽ കൂടെ പോവാണ് എന്ന രീതിയിൽ കളിക്കുമ്പോൾ നമ്മൾ പറയും യെസ്, ഹീസ് എ പ്രൊഡക്റ്റീവ് പ്ലെയർ. അത് കാറിനെ പ്രൊഡക്റ്റീവായിട്ട് പ്ലേ ചെയ്യും. ഈ ഓരോ ഗെയിംസിലൂടെയും ഈ കുട്ടികളെ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഒത്തിരി അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ സെൻസിനെ അവർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ഗെയിംസ് കളിക്കുമ്പോഴും ആ കുഞ്ഞുങ്ങൾക്ക് സെൻസറി ലൈക് ടാക്ടൈൽ, വിഷ്വൽ, proprioceptor, vestibular and even olfactory, ഇത്രയും സെൻസസ് ആ കുട്ടികൾ ആ പെർട്ടിക്കുലർ ഗെയിമിൽ നിന്നും അച്ചീവ് ചെയ്യും പല രീതിയിലും. ഓക്കെ, പല ഏജ് ഗ്രൂപ്പ് പല രീതിയിൽ അച്ചീവ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഒരു നിങ്ങൾ കോമൺ ആയിട്ട് സെഷൻസിലോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ഗെയിമിനെ കുറിച്ച് പറയൂ. ആരെങ്കിലും ഒരാള്, ഫാത്തിമ ഇസ് ദേർ. നിങ്ങൾ സെഷനിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ കോമൺ ആയിട്ട്
തണലിൽ യൂസ് ചെയ്യുന്ന ഒരു ഗെയിമിനെ കുറിച്ച് പറയൂ. എന്തെങ്കിലും ഒരു ഗെയിം. Minaf, Fatima, Pooja, anyone? Hello? Ball passing. Hide and seek. Okay. ബോൾ പാസിംഗ് ഗെയിം ആൻഡ് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം, ഇതൊക്കെ നിങ്ങൾ സെഷനിൽ ചെയ്യുന്ന ഒരു ഫ്രീ ഗെയിം പറയൂ. ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വിടുന്ന ഒരു ഗെയിം, ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ടുള്ള ഗെയിം. ഓക്കെ ലെറ്റ്സ് ടേക്ക് ദ അലീന പറഞ്ഞ പോലെ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഗെയിം എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കാം. നമ്മൾ ഒരു സെറ്റ് ഓഫ് ബിൽഡിംഗ് ബ്ലോക്സ് അവരുടെ മുന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 year old കുട്ടി അതിനെ എടുത്ത് വായിൽ വെക്കാൻ നോക്കും, അല്ലെങ്കിൽ അതിനെ കൈകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. അപ്പം ഹിൽ ട്രൈ ടു ഫീൽ ഇറ്റ്. ഈ എന്താ പറയാ, അതെങ്ങനെയുണ്ട്, എങ്ങനെ അവനെ എടുക്കാൻ പറ്റുന്നുണ്ടോ, അവന്റെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്, ഇതെല്ലാം നമുക്ക് ആ ഒരു രീതിയിൽ മനസ്സിലാവും. അതേസമയം ഒരു 2 year old കുട്ടിയാണെങ്കിൽ അത് ചിലപ്പോൾ പുഷ് ചെയ്യും, എറിയും, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എന്താ പറയാ, ജസ്റ്റ് കൂട്ടിയിടുക, അല്ലെങ്കിൽ അതിനെ തട്ടിത്തെറിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. ഒരു 3 year 4 year ആകുമ്പോഴത്തേക്ക് അത് ട്രൈ ടു സൈസ് അനുസരിച്ച് അവരുടെ ഫൈൻ മോട്ടോർ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് ദേ ട്രൈ ടു പ്ലേസ് ഇറ്റ്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ദേ ട്രൈ ടു ജസ്റ്റ് എന്താ പറയാ ഒന്ന് സ്റ്റാക്ക് ചെയ്യാൻ നോക്കും. അതേസമയം ഒരു 5 year old ആകുമ്പോഴത്തേക്കും ദേ സ്റ്റാർട്ട് ടു ഡു സംതിങ്. ആരെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു തെറപ്പിസ്റ്റോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ഫ്രണ്ടോ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. ആൻഡ് സംടൈംസ് ദേ സ്റ്റാർട്ട് ഷെയർ ചെയ്യാൻ, അയാൾ ചെയ്യുന്നത് പോലെ ഞാനും അയാളും കൂടെ ചേർന്ന് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ നോക്കും. ഇതെല്ലാം ഒരു ഗെയിമിന്റെ പല വേർഷൻസ് ആണ്. ഒരു കുട്ടി പല ഏജിലുള്ള കുട്ടികൾ ഒരു ഗെയിമിനെ കളിക്കുന്ന പല രീതികളാണ്. സോ ഇതിനെല്ലാം തന്നെയും ഫൈൻ മോട്ടോഴ്സ്, അവരുടെ സെൻസറി പെർസെപ്ഷൻസ്, അവരുടെ വിഷ്വൽ പെർസെപ്ഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യങ്ങളാണ്, ലൈക്ക് ഫോർ എ മെച്യൂർഡ് പ്ലേ. സോ എന്താണ് സെൻസറി? ബേസിക്കലി നമ്മൾ എല്ലാവരും പഠിച്ചേക്കുന്ന പോലെ വി ഹാവ് ലൈക്ക് ബേസിക് 5 സെൻസസ്. ഈ ബേസിക് 5 സെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നു, ഇറ്റ്സ് അവർ വിഷ്വൽ സെൻസ്. നമ്മൾ കേൾക്കുന്നു, ഇറ്റ് ഇസ് അവർ ഹിയറിംഗ്. നമ്മൾ മണപ്പിക്കുന്നു, ദാറ്റ് ഇസ് അവർ ഓൾഫാക്ടറി. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു, ഗസ്റ്റേറ്ററി. നമ്മൾ തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നു, ദാറ്റ് ഇസ് ടാക്ടൈൽ. ഇതിന് പുറമെ ഞങ്ങൾ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് കൂടുതലും സ്പെസിഫിക് ആയിട്ട് പറയുന്ന 2 അതർ സെൻസസ് ഉണ്ട്. വി ഹാവ് ലൈക്ക് ലോട്ട് ഓഫ് ഇന്റേണൽ സെൻസസ്. അതിൽ 2 ഇമ്പോർട്ടന്റ് സെൻസസ്, പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസ്, നമ്മളുടെ ജോയിന്റ് പൊസിഷനിന്റെ ഒരു സെൻസ്, നമ്മുടെ കൈ എങ്ങനെ നമ്മൾ വെക്കുന്നു, നമ്മൾ എന്താ പറയാ തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ ആ സംഭവം കാണാതെ തന്നെ നമ്മൾ മുടി പുറകിൽ കെട്ടുന്നു, നമ്മുടെ ബാക്കിൽ നമ്മൾ എന്താ പറയാ ഷർട്ട് ടക്ക് ഇൻ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്, അതിന്റെ ഒരു അതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. വിത്തിൻ ലൈക്ക് കാണാതെ തന്നെ നമ്മുടെ ജോയിന്റ്സ് അലൈൻ ചെയ്യുന്നത്, നമ്മുടെ ജോയിന്റ് പൊസിഷൻ സെൻസിനെയാണ് പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് വെസ്റ്റിബുലാർ സെൻസ്. വെസ്റ്റിബുലാർ സെൻസ് ഇസ് അവർ ബാലൻസ്. നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യുന്നത്, ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പാത്വേ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് നമ്മുടെ വെസ്റ്റിബുലാർ സെൻസിന്റെ എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട്, വെസ്റ്റിബുലാർ സെൻസ് റെഗുലേറ്റഡ് ആയിരിക്കുന്നത് കൊണ്ടാണ്. സോ ഇതെല്ലാം തന്നെയും ഒരു കുഞ്ഞിലും ഉണ്ട്. ഓൾറൈറ്റ്, ഇതെല്ലാം വളരെ ചെറിയ ഏജിൽ ഈ കുട്ടികൾ കളിക്കുന്നതിലൂടെ they will start developing it. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Because I feel like I'm talking to just the mobile phone, so I don't know whether you guys are understanding what I'm saying. Yes. All right. Okay, in that case please let's എന്താ പറയാ, at least few of you open up your cameras. If it's all right, yes, please open up here. Manaf. Hi, Manaf. Please open up your cameras. And I want, yes, please. Hello, open up your cameras and I want you to stand up. Hello, just stand up. Just stand up and spin. Anything on the chitty, just spin. Spin faster. Spin. Nannai on the spin to you. Hello, like try to do it. Just spin to you. Spin faster. Okay. Now sit down. It no Manaf. What do you feel? Manaf and another feeling when you spin and you sit. What did you feel? ചെറുതായിട്ട് തലയൊന്ന് കറങ്ങുന്നു, ചെറുതായിട്ട്.
ആ പർട്ടിക്കുലർ ഫീലിംഗ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വെസ്റ്റിബുലർ സെൻസ്. അതായത് നമ്മളിങ്ങനെ ഒന്ന് ബോഡി പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്തില്ല അതിന്റെ തല ഇറങ്ങുന്നുണ്ട്, ഓക്കെ ഐ ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു ദ നോർമൽ. അത് നമ്മുടെ വെസ്റ്റിബുലർ സെൻസ് ആണ്. നമ്മൾക്ക് ഈ പറയുന്ന പോലെ വെസ്റ്റിബുലർ സെൻസും പ്രോപ്രിയോസെപ്റ്റീവ് സെൻസും എല്ലാം തന്നെ നമ്മുടെ ബോഡി ഇന്റഗ്രേറ്റ് ചെയ്ത്, നമ്മുടെ ബ്രെയിൻ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി എല്ലാവരും തന്നെ എന്താ പറയുക ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിങ് തിങ്സ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാ കുട്ടികളിലും ഉണ്ട്. സ്പെഷ്യലി കുട്ടികളിൽ എസ്പെഷ്യലി in the case of autism, in the case of cerebral palsy, mental retardation, learning difficulties, down syndrome, ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിൽ വരുന്ന കുഞ്ഞുങ്ങളിൽ ഈ സെൻസസിന് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. രണ്ട് എക്സ്ട്രീംസ്. സംടൈംസ് ചില കുട്ടികൾക്ക് ചില സെൻസസ് വളരെ കൂലമായിരിക്കാം, ചില കുട്ടികൾക്ക് തീരെ അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ടു എക്സ്ട്രീംസ്. ലെറ്റ്സ് ടേക്ക് ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് വിഷ്വൽ, കാണുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കേൾക്കുന്നത് ടച്ച്, അല്ലെങ്കിൽ കേൾക്കുന്നത് ഓഡിറ്ററി, അല്ലെങ്കിൽ ടച്ച് തൊടുമ്പോൾ. ചില കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ ഒച്ചത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമുക്ക് അലേർട്ട് ആവും, അവർ പെട്ടെന്ന് നമുക്ക് ശബ്ദം തരും. അല്ലെങ്കിൽ ഇവർ ഓടിപ്പോയി എന്താ പറയാ സ്പീക്കറിനടുക്കെ പോയി ചെവി വളരെ ലൗഡ് സൗണ്ട്സ് ഇഷ്ടപ്പെടുന്നവരും വളരെ ഹൈ വോളിയത്തിൽ സംസാരിക്കുന്ന കുട്ടികളും ഉണ്ട്. ദ സെയിം എക്സ്ട്രീം ഉണ്ട്. തീരെ ശബ്ദത്തിനോട് താല്പര്യമില്ലാത്തവരും, അതായത് എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ശബ്ദം കേട്ടാൽ തന്നെ രണ്ട് കൈകൊണ്ടും ചെവി മൂടി വെച്ചിട്ട് കരയുന്ന കുട്ടികളും ഉണ്ട്. രണ്ട് എക്സ്ട്രീംസ്. ചില സീക്കേഴ്സ്, ചില അവോയ്ഡേഴ്സ്, രണ്ടുപേരും. അതുപോലെ തന്നെ വിഷ്വൽ, ചില നമ്മളിങ്ങനെ ഒരു കോർണറിലേക്ക്, അതായത് ഐ ഗേസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഒരു കണ്ണിന്റെ ഒരു കോർണറിലേക്ക് കണ്ണിങ്ങനെ നോക്കിയിട്ട് എന്താ പറയാ നമ്മൾ പറയും വിഷ്വൽ ഗേസിങ്, അങ്ങനെ കുഞ്ഞുങ്ങളുണ്ട്. ചില കുട്ടികൾ കണ്ണ് ഇതിനെ കാണുമ്പോൾ, അതായത് ബ്രൈറ്റ് ലൈറ്റ് കാണുമ്പോൾ ബ്ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണ് ഭയങ്കരമായിട്ട് ഗ്രിം ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. രണ്ടാമത്തെ എക്സ്ട്രീം. സോ ദാറ്റ് ഈസ് അഗൈൻ ലൈക്ക് സീക്കേഴ്സ് ആൻഡ് അവോയ്ഡൻസ്. അതുപോലെ വളരെ നമ്മുടെ എന്താ പറയാ തൊടുമ്പോ ചില ടെക്സ്റ്റ് നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാര്യമാണ് ടാക്ടൈൽ. തൊട്ട് കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് എന്താ പറയാ ഇച്ചിരി ഹാർഡ് ആയിട്ടുള്ള സാധനങ്ങളോ, അല്ലെങ്കിൽ സ്ലൈമി ആയിട്ടുള്ള സാധനങ്ങളോ, അല്ലെങ്കിൽ യോഗട്ട്, ബനാന, ഇങ്ങനെയുള്ള ഒരു ഇച്ചിരി സ്ലൈമി ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള സാധനങ്ങളോട് തൊടാനോ അല്ലെങ്കിൽ അത് കഴിക്കാനോ ഇഷ്ടമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് കുഞ്ഞുങ്ങളുണ്ടാവും. ഈവൻ അമ്മയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് കിസ് ചെയ്ത് ഞാൻ കിസ്സസ് അപ്പ തുടച്ചു കളയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്. അതിനപ്പുറം തിരിച്ച് പ്ലേഡ് ഹൗസും സ്ലൈമും ഇതൊക്കെ കളിക്കാനും ചെളിയില് ക്ലേയിലൊക്കെ കളിക്കാനും ഒത്തിരി ഇഷ്ടമുള്ള കുട്ടികളും ഉണ്ട്. രണ്ട് എക്സ്ട്രീംസ്. സോ ഇതുപോലെ പ്രൊപ്രിയോസെപ്ഷനിലും വെസ്റ്റിബുലാറിലും ഒക്കെ ഉണ്ട്. നമ്മൾ അറിയില്ലേ, ക്ലാസ്സിൽ തീരെ അവൻ അടങ്ങിയിരിക്കത്തില്ല, അവന്റെ സിറ്റിംഗ് ടോളറൻസ് വളരെ കുറവാണ്, അവൻ എണീറ്റ് ഓടി ഇങ്ങനെ ചുറ്റി നടക്കും, എപ്പോഴും എന്തെങ്കിലും ഒരു ചുറ്റും ചെയ്തുകൊണ്ട് നിൽക്കും, സെൽഫായിട്ട് സ്പീൻ ചെയ്യും. ഇതെല്ലാം തന്നെ വെസ്റ്റിബുലാറിന്റെ സീക്കിംഗ് ബിഹേവിയേഴ്സ് ആണ്. അതുപോലെ തന്നെ തീരെ പാസീവായിട്ട് ഒന്ന് ഓടിക്കേ വന്നേ വാ വേഗം വാ നമുക്ക് സ്പീഡായിട്ട് നടക്കാം, ഓടി നടക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റെയറിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറാം എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട, താല്പര്യമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു മാറി നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ദാറ്റ് ഇസ് അനദർ എക്സ്ട്രീം, ലൈക് സീക്കേഴ്സ് ആൻഡ് അവോയ്ഡൻസ്. അഗൈൻ സെയിം തിങ് ഫോർ പ്രോപ്രിയോസെപ്ഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെ കുട്ടികൾ ടോ വാക്ക് ചെയ്യുന്നത്, അതായത് അവരുടെ കാലിന്റെ എന്താ പറയാ ടോസിൽ ഹോൾ ബോഡി വെയിറ്റ് ടോസിൽ എടുത്ത് വെച്ച് നടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ നിന്നുകൊണ്ട് സ്പിൻ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇതെല്ലാം തന്നെ സ്പീക്കിംഗ് ബിഹേവിയേഴ്സിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. സോ ഇത് ഫാക്ടേഴ്സിലും മൂന്നാല് ഡിവിഷൻസ് ഉണ്ട്. ഓക്യുപേഷണൽ തെറപ്പിസ്റ്റുകൾക്ക് കൂടുതലായിട്ട് അറിയാം, ബിക്കോസ് ദേ ഡു ദ ഡയഗ്നോസിസ് ആൻഡ് ദേ ഡു ലൈക് എന്താ പറയുക ട്രീറ്റ്മെന്റ് പ്ലാൻസ്. സോ ഞാൻ അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് നെസസറി ഫോർ എവറി വൺ ഓഫ് യു. സോ ഇതിന് രണ്ട് എക്സ്ട്രീം ഉണ്ട്. ലൈക് എവ്രിവേ ദേ ഹാവ് ലൈക് സം സീക്കേഴ്സ് ആൻഡ് സം അവോയ്ഡൻസ്. ഒരു കുഞ്ഞിന് തന്നെ ചിലപ്പോൾ പല സെൻസസും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ കുഞ്ഞ് എ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന കുട്ടിക്ക് തൊടാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും, എപ്പോഴും കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് എക്സ്ക്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, കൈ ഇതുപോലെ ഫിജിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും എന്ത് കിട്ടിയാലും ഫേസിൽ ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഹാർഡായിട്ട് വന്ന് ഹഗ് ചെയ്യുന്ന കുട്ടിയായിരിക്കാം. ഇതേ കുഞ്ഞിന് തന്നെ സെയിം കുട്ടിക്ക് തന്നെ ഈ ഒരുപാട് ലൈറ്റ് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശബ്ദം ഒരുപാട് കേൾക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. ഹി ഓർ ഷീ വിൽ ബി സ്കെയർഡ് ഓഫ് ലൈക് കുക്കർ വിസിൽസ്, കാർ ഹോൺസ്, ഇതൊന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അതേസമയം ഈ സെയിം കുട്ടിക്ക് തന്നെ പ്രൊപ്രിയോസെപ്റ്റീവ് സീക്കിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടാവാം. അതായത് ലൈക് എപ്പോഴും ഓടി നടക്കാൻ ഇഷ്ടമുള്ള കുട്ടിയായിരിക്കും, എപ്പോഴും കയറി അടങ്ങും, എപ്പോഴും ചാടിക്കൊണ്ട് നിൽക്കും, ഈ പറയുന്ന പോലെ ഫർണിച്ചേഴ്സിലും ക്ലാസ് റൂമിലും ഒക്കെ ഓടി നടന്ന് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് നടക്കുന്ന ഒരു കുഞ്ഞായിരിക്കാം.
സീറ്റിംഗ് ടോളറൻസ് തീരെ കുറവായിരിക്കുന്ന കുട്ടിയായിരിക്കാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുഞ്ഞിൽ തന്നെ എല്ലാ സെൻസസും പല രീതിയിലായിരിക്കും പോർട്രേ ചെയ്യുന്നത്. സോ വാട്ട് ആസ് എൻ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വി യൂസ് ടു കാറ്റഗറൈസ് എന്താണ് അവന്റെ പ്രശ്നം, വൈ ആ റൂട്ട് കോസ്, എന്തുകൊണ്ടാണ് ആ കുഞ്ഞിന് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്തത്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഹെസ് സിറ്റിംഗ് ടോളറൻസ്, എന്തുകൊണ്ട് അവൻ ഇരിക്കുന്നില്ല, എന്തുകൊണ്ട് അവൻ അറ്റൻഷൻ തരാൻ പറ്റുന്നില്ല. സോ ഈ കോസസിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ സെൻസറി ഇന്റഗ്രേറ്റ് ചെയ്യുക ത്രൂ പ്ലേ. ദാറ്റ് ഇസ് എ മെയിൻ ജോബ് ഓഫ് എൻ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. ഐ നോ ലൈക് സം ഓഫ് യു ആർ ലൈക് ഫീലിംഗ് എന്താ ഈ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് മോർ ലൈക്ക് പ്രാക്ടിക്കലി നിങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് പോസിബിൾ ഹിയർ. സോ ഇതാണ് ഇതിന്റെ മെയിൻ എന്താ പറയാ ഒരു മെയിൻ ഫ്രെയിം വർക്ക്. We do a diagnosis, we find out what is the root cause of this particular problem. For example, sitting tolerance അല്ലെങ്കിൽ attention deficit, എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നത്, what is the root cause, and then we will do a treatment plan on the basis of a sensory integrative protocol. അത് ത്രൂ പ്ലേ. നിങ്ങൾ ചെയ്യുന്ന ഓരോ കളികളും സെൻസറി ഇന്റഗ്രേറ്റീവ് ഗെയിംസ് ആണ്. സോ ഈ സെൻസറി ഇന്റഗ്രേറ്റീവ് ഗെയിംസ് കുട്ടികളെ വളരെ നല്ല രീതിയിൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എൻ എഗ്, ഒരു മുട്ടത്തോട് പോലെയാണ്. വൺസ് യു ബ്രേക്ക് ദ സെൻസറി, ആ ഒരു സെൻസറി ഇന്റഗ്രേറ്റീവ് എന്താ പറയാ ഇഷ്യൂസിനെ നമ്മളൊന്ന് പൊട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ക്രിയേറ്റ് എ സ്മൂത്ത് ഫ്ലോ. So then the child can concentrate better, child can perform better, child can talk to you better, they can എന്താ പറയാ reciprocate ചെയ്യാൻ പറ്റും, they can understand you better. ഇത് എല്ലാ രീതിയിലും, in the case of learning, in the case of എന്താ പറയാ self skills, in the case of play, in the case of social interaction, in the case of speech and communication, in all the aspects of the child's life, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ 0 to നമുക്ക് ഏറ്റവും കിട്ടുന്ന 2-year-old ബേബീസ് മുതൽ ഈവൻ ടു ദ 7-8-year-old ബേബീസ് നമ്മൾ കൂടുതലായിട്ടും കളിക്കണം, അവരെ കൊണ്ട് കളിപ്പിക്കണം. പ്ലേ ആയിരിക്കണം their important job, അല്ലെങ്കിൽ പ്ലേ ആയിരിക്കണം അവരുടെ മെയിൻ എന്താ പറയുക ഓക്യുപേഷൻ എന്ന് പറയുന്നതും. ആൻഡ് വി വിൽ ബി ഡൂയിങ് ദ സെൻസറി ഇന്റഗ്രേറ്റീവ് പ്രോഗ്രാംസ് ടു ദ ചിൽഡ്രൻ. ഓക്കെ, സോ ഫാർ ക്ലിയർ? Anyone? Yeah, thank you, Ashwati. Shamna, yes, yes. All right, thank you. So, all right. So, നമുക്ക് എന്താ പറയാ, we'll discuss. Thank you, Saurav. Yes. Okay. ഇപ്പൊ എന്റെ കയ്യില് ഒരു ടോയ് ഉണ്ട്. ഞാനിപ്പോ ആ ടോയ് വെച്ച് I'll show you something. Okay, tell me ഞാൻ എന്ത് കൈൻഡ് ഓഫ് സെൻസറി ആണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളത്. Just someone tell me. Okay, I have a toy with me. This is the toy. Auditory, then okay, done, I'm done. Auditory seeking, auditory, then anyone else? Auditory, visual, perfect. Anyone else? അത്രേ ഉള്ളൂ? All right, thank you. Touching, tactile, okay, tactile, yes. Something more, ഇച്ചിരി കൂടി. Okay, let's start. ഞാൻ ഈ ഒരു toy എടുത്തിട്ട് what I did was I started shaking it. I started listening to the voice. As you said, it's auditory. I didn't do a seeking behavior. I was trying to explore. ഞാൻ ഈ ടോയിനെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു സിമ്പിൾ ഗെയിമിൽ നിന്ന് എനിക്ക് കിട്ടിയത് auditory sense, നേരത്തെ പറഞ്ഞ പോലെ visual sense, and I'm keep moving my hands and I'm shaking my hands and I'm having a proprioceptive sense in my hand. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്റെ ഹാൻഡ്സ് മൂവ് ചെയ്യുന്നുണ്ട്, I'm keep shaking my body, so I'm having a proprioceptive sense also. So ഈ ഒരു സിമ്പിൾ ഗെയിമിൽ നിന്നും I have these three. So same way, it's a simple thing. At same way നമ്മൾ കൊടുക്കുന്ന എല്ലാ ഗെയിമിലും ഈ സെൻസറിയുടെ ഓരോ ചെറിയ ചെറിയ പാർട്സ് ഉണ്ട്. സോ ദ തിങ് ഇസ്, കുഞ്ഞിന്റെ നീഡിനനുസരിച്ച് നമ്മളുടെ കളികളുടെ
എന്താ പറയുക ഗ്രേഡ് കൂട്ടുക. ഫോർ എക്സാമ്പിൾ ഇത് കൂടുതലായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എൻ ഓഡിറ്ററി ഗെയിം ആണ്. ലൈക്ക് ഞാൻ ശബ്ദം കേൾക്കുന്നു, ഞാൻ എക്സ്പ്ലോർ ചെയ്യും, നോക്കുന്നു, മൂവ് ചെയ്യും. അതിനോടൊപ്പം തന്നെ എന്റെ ജോയിന്റ് പൊസിഷൻ സെൻസ് മാറുന്നുണ്ട്, എന്റെ പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഇതിനും പ്രൊപ്രിയോസെപ്ഷൻ ഉണ്ട്. പക്ഷേ ഒരു കുഞ്ഞിന് പ്രൊപ്രിയോസെപ്റ്റീവ് സീക്കിംഗ് ബിഹേവിയർ കൂടുതലായിരിക്കുന്ന കുട്ടി ഇതുപോലെ എന്നെ പോലെ ഇരുന്ന് ചെയ്യില്ല. ബട്ട് മേ ബി ഹീൽ റൺ അറൌണ്ട്, കയ്യിൽ ഇത് വെച്ചിട്ടായിരിക്കും റൺ ഓൺ ചെയ്യുന്നത്. ആൻഡ് ഹി മൈറ്റ് ബി സ്പിന്നിങ് ഓൾസോ, കൂടെ സ്പിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വെസ്റ്റിബുലാർ സെൻസ്, പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസ് എല്ലാം തന്നെ പുള്ളി സീക്ക് ചെയ്യുന്നുണ്ട്. യെസ് ഓർ നോ? ഇങ്ങനെ നിങ്ങൾ ഓരോ കുഞ്ഞുങ്ങളെയും അനലൈസ് ചെയ്യണം. അപ്പൊ കുട്ടിയുടെ ഒരു എന്താ പറയുക ഒരു ഫ്രീ പ്ലേ അല്ലെങ്കിൽ ആ കുട്ടി ഒരു ടോയ് എടുത്ത് കളിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ആ കുട്ടി അതിൽ നിന്ന് അവരുടെ ബ്രെയിൻ എന്താണ് അതിൽ നിന്ന് സീക്ക് ചെയ്യുന്നത്. സെൻസറി എന്ത് തരം സെൻസറി ആണ്? ലൈക്ക് പ്രൊപ്രിയോസെപ്റ്റീവ് ആണോ, വെസ്റ്റിബുലർ സെൻസറി ആണോ, ഇല്ല വിഷ്വൽ ആണോ, ഇല്ല കൂടുതലായിട്ട് ഈ പറയുന്ന പോലെ ഓഡിറ്ററി ആണോ, ഇല്ല ഇസ് ഹി ട്രൈങ് ടു ഏജ് ഡിപെൻഡന്റ് നോക്കുമ്പോൾ ഇസ് ഹി ട്രൈങ് ടു എക്സ്പ്ലോർ, ജസ്റ്റ് എക്സ്പ്ലോറേഷൻ ആണോ? ഇപ്പൊ ഞാനൊരു 1.5 year 2 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സെൻസറി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയില്ല. ബട്ട് ഐ എം ജസ്റ്റ് എക്സ്പ്ലോറിങ്. ഞാൻ തട്ടി നോക്കുന്നു, കുലുക്കി നോക്കുന്നു, കൈ കൊണ്ട് ഇടിച്ചു നോക്കുന്നു, തുറക്കാൻ നോക്കുന്നു, കടിക്കാൻ നോക്കുന്നു, ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ എക്സ്പ്ലോറേറ്ററി ബിഹേവിയർ. ഐ എം ട്രൈങ് ടു എക്സ്പ്ലോർ ദിസ് പർട്ടിക്കുലർ ടോയ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ്. ഫ്രം എ ഫ്രീ പ്ലേ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ് സെൻസറി സീക്കിംഗ് ബിഹേവിയർ. കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലാസ് റൂംസിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരം ഗെയിംസ് ഉണ്ട്. ഞാൻ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ഫാർ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ്. ഹലോ, എനിവൺ? Do you want me to ask, like, say something, or do you have a question, something like that? Yes, please. ചോദിച്ചോളൂ. ഒരു 3 കുട്ടി ഇരിക്കുമ്പോ അതെന്തെങ്കിലും ആണോ? മനസ്സിലായില്ല. 3-year-old കുട്ടി. 3-year-old കുട്ടി മനസ്സിലായില്ല എനിക്ക്. കേൾക്കുന്നില്ല സിനൈന? The child is 3-year-old. Okay. ASD. Okay. Constant screaming. Okay. So you want me to tell you what could be a reason of constant screaming? Yes. Okay. So Naina, ഈ 3-year-old കുട്ടി കോൺസ്റ്റന്റ് ആയിട്ട് സ്ക്രീം ചെയ്യുന്നതിന് പല റീസൺസ് ഉണ്ടാവാം. പക്ഷെ എനിക്ക് അറിയേണ്ടത് ആ കുട്ടിയുടെ കോണ്ടെക്സ്റ്റ് ആണ്. എവിടെ നിന്നിട്ടാണ്? ക്ലാസ് റൂമിലാണോ, ഇല്ല നിങ്ങളുടെ സെഷൻസിലാണോ, ഇല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, ഇല്ല വീട്ടിലും അങ്ങനെയാണോ? എന്തൊക്കെയാണ് അതിന്റെ ഫെർദർ? At home mostly. Okay. എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴാണോ ആ കുഞ്ഞ് കൈ കൊത്തി വെച്ചിട്ടാണ്? ഓക്കെ, കൈ അതിലേക്ക് ലൈക്ക് ക്ലോസ് ആയിട്ട് വെച്ചിട്ടാണോ കുട്ടി സ്ക്രീം ചെയ്യുന്നത്? Not very sure about that. Okay. See, like just two possibilities. For example, 3-year-old ASD is already there. കുട്ടിക്ക് സെൻസറി പ്രോബ്ലംസ് ഉണ്ടാവാം. So loud sounds കേൾക്കുമ്പോൾ he starts screaming out, like to defend himself he could scream out. One thing. Illa, like the other reason is he wants to hear like lot of sounds, so he screams again. Okay, could be another reason. And it could also be a reason because of a behavior. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം and he cannot express, communicate ചെയ്യാൻ പറ്റാണ്ട് he could scream out again. 3 reasons it could be. ഇത് മാത്രമല്ല, ഇത് കൂടുതലായിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ടാവും. വി ഷുഡ് നോ ദ സിറ്റുവേഷൻ. ഒരു കുട്ടി കോൺസ്റ്റന്റ് ആയിട്ട് സ്ക്രീൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ കുഡൻ ബി ലൈക്ക് സെൻസറി എന്താ പറയുക ഓഡിറ്ററി സീക്കർ അല്ലെങ്കിൽ ഓഡിറ്ററി അവോയ്ഡറോ ആവണമെന്നില്ല.
It could be like a lot of reasons. It could be behavior. It could be like something defense ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, or just എന്താ പറയുക ഈ പറയുന്ന പോലെ auditory seeking behavior ആയിരിക്കാം. I need to know more about it. Okay. ഇപ്പൊ നമ്മൾ മോള് പറഞ്ഞ പോലെ, സുനൈന പറഞ്ഞ പോലെ തന്നെ let it be like a behavior. ആദ്യമായിട്ട് സെൻസറി ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ്, ഫോർ എക്സാമ്പിൾ ഓഡിറ്ററി അവോയ്ഡന്റ് ആയ ഒരു കുഞ്ഞ്, അതായത് കുക്കർ വെസലിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ കാർ ഹോൺസിന്റെയോ ബൈക്ക് ഹോൺസിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൈനീ ശബ്ദം കൊണ്ട് തന്നെ കേൾക്കുമ്പോൾ അത് അവോയ്ഡന്റ് ആയിട്ട് കൈ കാതിലേക്ക് വെച്ച് എന്താ പറയാ ഗ്രിം ചെയ്ത് കരയുന്ന ഒരു കുട്ടി, ഇറ്റ് കുഡ് ടേൺ ഔട്ട് ടു ബി എ ബിഹേവിയർ ഇൻ ലേറ്റർ. ലൈക്ക് ഈ ഹാബിറ്റ് അത് ഡിഫെൻസീവ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതായത് ഓഡിറ്ററി ഇന്റഗ്രേറ്റ് ആകാത്തത്തോളം ഈ കുഞ്ഞ് ഡിഫെൻസീവ് ആയിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. സോ ഇറ്റ് കുഡ് ടേൺ ഔട്ട് ടു ബി എ ബിഹേവിയർ. അതിനെ നമ്മൾ പറയും സെൻസറി ആങ്സൈറ്റി എന്ന്. അതായത് കുക്കർ കാണുമ്പോൾ തന്നെ അയ്യോ ഇതിനിപ്പോ ശബ്ദം ഉണ്ടാക്കുമോ എന്നോർത്ത് കാതിൽ കൈവച്ചിട്ട് എന്താ പറയാ ആങ്സൈറ്റി കൊണ്ട് കരയുന്നതുണ്ട്. സോ ഇറ്റ്സ് കോൾഡ് സെൻസറി ആങ്സൈറ്റി. അങ്ങനെ കുട്ടികളുണ്ടാവും. അതായത് സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു റൂമിലേക്ക് കയറി ചെന്ന് ഒത്തിരി ശബ്ദം ഉണ്ടായിരുന്നു, ഒത്തിരി ക്രൗഡ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു, ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ ദ ചൈൽഡ് ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പൊ ആ കുട്ടി കരഞ്ഞിട്ടുണ്ടാവാം. ആൻഡ് ദ നെക്സ്റ്റ് ടൈം, സെക്കൻഡ് ടൈം ഇതേ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോകത്തില്ല, കയറത്തില്ല, റൂമിന്റെ പുറത്ത് നിന്ന് തന്നെ കരയുന്ന കുട്ടികളുണ്ട്. ബിക്കോസ് അതിനെ നമ്മൾ പറയുന്നത് ആങ്സൈറ്റി, ലൈക്ക് സെൻസറി ആങ്സൈറ്റി. സിറ്റുവേഷൻ തന്നെ ഇത്രയും നോയ്സി ആയിരിക്കും, ഇത്രയും. ഓക്കെ, താങ്ക് യു. ഓൾ റൈറ്റ്. സോ ഓക്കെ, സോ നമ്മളിപ്പോ I'm going to tell you some examples of a proprioceptive game. നിങ്ങൾക്ക് എന്താ പറയാ കുറച്ച് തണലിലെ ക്ലാസ് റൂംസിലും തണലിലെ പ്ലേ ഗ്രൗണ്ട്സിലും തണലിലെ എന്താ പറയാ സെഷൻസിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് proprioceptive and vestibular ഗെയിംസിനെ കുറിച്ച് നമുക്ക് പറയാം. Why am I telling about that is സെൻസറി ഇന്റഗ്രേഷന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സെൻസസ് ആണ് proprioceptive sense and vestibular sense. ഈ proprioceptive sense എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ജോയിന്റ് പൊസിഷൻ സെൻസ്. ഓരോ മനുഷ്യന്റെയും ജോയിന്റിന്റെ പൊസിഷൻ സെൻസിനെയാണ് നമ്മൾ proprioceptive sense എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇരിക്കുമ്പോൾ എപ്പോഴും ഞാൻ എന്റെ മുട്ടിന്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങളിൽ പലരും കൈ ഇങ്ങനെ തോളിൽ വെച്ച് നെറ്റിയിൽ ഇങ്ങനെ കൈ കൊടുത്തു നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നായിരിക്കും സംസാരിക്കുന്നത്, താടിയിൽ കൈ വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബോഡി ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൈ കഴയ്ക്കുമ്പോൾ നിങ്ങൾ തന്നെ ചേഞ്ച് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ആ പൊസിഷനിലിരിക്കും. ചില ആളുകൾ കാലിന്റെ മേലെ കാല് ക്രോസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഇരിക്കുക. ചില ആളുകൾക്ക് രണ്ട് കാലും നീട്ടിയിട്ടിട്ട് അറ്റം മാത്രം, അതായത് കാലിന്റെ നമ്മുടെ ഫീറ്റ്സ് മാത്രം ക്രോസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചമ്മണം പൊടി, അതായത് നമ്മൾ റിംഗ് സിറ്റിംഗിൽ ഇരിക്കാനായിരിക്കും, അല്ലെങ്കിൽ കാല് ക്രോസ് സിറ്റിംഗിൽ ഇരിക്കാനായിരിക്കും എപ്പോഴും ഇഷ്ടം. ഈവൻ ചെയറിൽ പോലും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഏജിലുള്ള ആളുകളും വയസ്സായ ആളുകളും തന്നെ ഇതുപോലെ ക്രോസ് ചെയ്തിരിക്കുന്നവരുണ്ടാവും. ഇതെല്ലാം ഇവരുടെ proprioceptive ബിഹേവിയേഴ്സ് ഉള്ളത് കൊണ്ടാണ്, അവരുടെ proprioceptive സെൻസ് എങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ആ പൊസിഷൻസ് കീപ്പ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി എന്താ പറയാ നമുക്ക് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് നമ്മൾ തിരിച്ചു വരും. സോ ദിസ് ഇസ് ദ proprioceptive സെൻസ്. ഈ സെൻസും നമ്മുടെ വെസ്റ്റിബുലർ, നമ്മുടെ മൂവ്മെന്റ് ബേസ്ഡ് സെൻസ്, അതായത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെസ്റ്റിബുലർ സെൻസ്, നമ്മുടെ ബാലൻസ് സെൻസ്, ഇത് രണ്ടുമാണ് ഒരു കുട്ടിയുടെ അലോങ് വിത്ത് ടാക്ടൈൽ, അലോങ് വിത്ത് നമ്മൾ തൊടുമ്പോൾ അറിയുന്ന ആ ഫീലിംഗ് സെൻസ്. ഈ മൂന്ന് സെൻസസുമാണ് സെൻസറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ബേസ്. അതായത് ഈ മൂന്ന് സെൻസിനെയും നമുക്ക് സെൻസറി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ടോട്ടൽ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക, അവരുടെ ഈ അപ്സിനെയും ഡൗൺസിനെയും ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ the child will be able to self-regulate. സ്വന്തമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. അങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. സോ അതുപോലെ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ proprioceptive-ഉം വെസ്റ്റിബുലാറും ടാക്ടൈലും ഇൻക്ലൂഡ് ചെയ്യുന്ന കളികൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നിങ്ങൾ നിങ്ങളുടെ സെഷൻസിലും നിങ്ങളുടെ എന്താ പറയാ പേരൻസിനോട് വീട്ടിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സെൻസറി ബിഹേവിയേഴ്സ് കുറേ ഇംപ്രൂവ് ആവും. അത് നിങ്ങൾക്ക് തന്നെ എന്താ പറയാ നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ് ബിഫോർ നമ്മൾ ഗെയിംസിൽ പോകുന്നതിന് മുമ്പ്, വാട്ട് ഹാപ്പൻസ് ഇതെല്ലാം തന്നെയും ഹൈപ്പായി ഇരിക്കുകയാണെങ്കിൽ, ഓക്കെ, അതായത് proprioceptive സെൻസും വെസ്റ്റിബുലാർ സെൻസും വളരെ ഹൈപ്പ് ആയിരിക്കുന്ന കുട്ടികളിൽ എന്താണ് മെയിൻ ആയിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ കാണുന്നത്? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്
അവരുടെ സിറ്റിംഗ് ടോളറൻസ് വളരെ കുറവായിരിക്കും. അതായത് ഒരു ഒരു മിനിറ്റ് പോലും പുള്ളിക്ക് ചെയറിൽ ഇരിക്കാൻ ഉള്ള ഒരു എന്താ പറയുക ക്ഷമ ഉണ്ടാവില്ല. പുള്ളി ഈ ചെയറിൽ ഇരുന്ന് മൂവ് ചെയ്യുക, അങ്ങടെ ഇങ്ങടേക്ക് ഇങ്ങനെ ആവുക, ലൈക്ക് ബോഡി എപ്പോഴും ചേഞ്ച് ചെയ്ത് പൊസിഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എണീക്കുക, ഇരിക്കുക, ക്ലാസ്സിനുള്ളിൽ റൺ അറൌണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുക. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു ഗ്രൂപ്പ് എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ലൈക്ക് ബിലോ 10 ആയിരിക്കണമല്ലോ, ലൈക്ക് സ്പെഷ്യൽ നീഡ് ക്ലാസ് റൂംസിലെ, ഓർ 1-on-1 ആണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ്, കുട്ടിക്ക് ഗ്രൂപ്പിൽ കൊഹീഷൻസ്, അതായത് ഗ്രൂപ്പിന്റെ കൂട്ടത്തിലിരുന്ന് എന്താ കോൺവെർസേഷൻസിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല. ഹിസ് സിറ്റിംഗ് ടോളറൻസ് വിൽ ബി വെരി പൂർ, ഹിസ് അറ്റൻഷൻ സ്പാൻ വിൽ ബി വെരി പൂർ. അതുപോലെ തന്നെ പുള്ളിയുടെ അഡാപ്റ്റേഷൻ, ക്ലാസ് റൂമിലേക്കുള്ള അഡാപ്റ്റേഷൻ വളരെ പൂർ ആയിരിക്കും. ക്ലാസ് റൂമിൽ ബോർഡിൽ നിന്ന് കോപ്പി ചെയ്യുന്ന ഉണ്ടാവുമല്ലോ, നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അത് ഫോളോ ചെയ്യാനോ, ബോർഡിൽ നിന്ന് കോപ്പി ചെയ്ത് ബുക്സിലേക്ക് എഴുതാനോ, ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നതിൽ പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു ഫങ്ഷണൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. സോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും പുള്ളിയുടെ ലേണിംഗ് സൈഡിൽ, ഞാൻ ഈ പറയുന്ന ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലാസ് റൂമിൽ മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുക, എപ്പോഴും ഷൗട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക, സ്ക്രീൻ ചെയ്യുക, നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ കാണിക്കും. സോ ഇതൊന്ന്. രണ്ടാമത്തെ കാര്യത്തിൽ അവരുടെ അഡാപ്റ്റേഷൻ, സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടുന്ന കാര്യത്തിൽ, അതായത് ബാക്കിൽ ഒന്ന് ഹെയർ കെട്ടാനോ അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്ന് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാനോ, ബട്ടണിങ് സ്കിൽസിൽ, സെൻസറി പെർസെപ്ഷൻസ്, ഇത് എല്ലാത്തിലും തന്നെ എഫക്ട് ചെയ്യും. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, നമ്മൾ സാധനങ്ങൾ മര്യാദയ്ക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അതിലൊക്കെ വളരെ എന്താ പറയാ അവരുടെ റൈറ്റിംഗ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതലും സെൻസറി ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് നിങ്ങൾ ക്ലാസ് റൂംസിലും സെഷൻസിലും ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ യു കെൻ സീ ജംപ്സ്, ലൈക്ക് വളരെയധികം ഡിഫറൻസസ് കുട്ടികളിൽ കാണാം. അതായത് ഫോർ എക്സാമ്പിൾ, സീറ്റിംഗ് ടോളറൻസ് വളരെ കുറവായ കുട്ടികൾക്ക് മൂവ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് കൊടുക്കുക, മൂവ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി. നിങ്ങളിപ്പോ ക്ലാസ് റൂമിൽ ABCD പഠിപ്പിക്കുകയാണെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ട് ABCD ഫ്ലാഷ് കാർഡിൽ വെച്ച് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ യു ആർ ഓൺലി ഗിവിംഗ് എ വിഷ്വൽ സെൻസ്, ലൈക്ക് വിഷ്വൽ ആയിട്ടും അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, ആൻഡ് നിങ്ങളുടെ പറയുമ്പോൾ ഓഡിറ്ററി ആയിട്ട് കുട്ടി കേൾക്കുന്നു. ഈ രണ്ട് സെൻസസ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ മൈൻഡിൽ വെക്കേണ്ടത് ദ ചൈൽഡ് ഇസ് എൻ സ്പീക്കർ, പ്രൊപ്രിയോസെപ്ഷൻ ആൻഡ് വെസ്റ്റിബുലർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ABCDസിനെ ഒരു ജമ്പിങ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ കൂടുതലും അവർ ഇന്ററാക്ട് ചെയ്യും, അവർ കൂടുതലും അതിൽ അറ്റൻഷൻ തരും. ഫോർ എക്സാമ്പിൾ, ഒരു ലാഡറിന്റെ ഷേപ്പിൽ നിങ്ങൾ നിലത്തേക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ABCD, ഫോർ എക്സാമ്പിൾ 4 ലെറ്റേഴ്സ്, ഈ 4 ലെറ്റേഴ്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അന്നത്തെ നിങ്ങളുടെ കരിക്കുലത്തിൽ ഉള്ളത് ആ 4 ലെറ്റേഴ്സ് ആണെന്ന് വെക്കുക. ആ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ലെറ്റർ A ആണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് സ്മൈലീസും ഒരു ലെറ്റർ എയും എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റി, ആൻഡ് ഹി ഹാവ് ടു ഗോ ആൻഡ് ജംപ് ടു ലെറ്റർ A. അപ്പൊ ഈ ജമ്പ് ചെയ്ത് പുള്ളി ലെറ്റർ എയിലേക്ക് ചെല്ലുന്നത് നിങ്ങൾ മോഡൽ ചെയ്ത് കൊടുക്കുന്നു. മോഡൽ ചെയ്തു ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഓക്കെ, സി ഫോർ എക്സാമ്പിൾ ചൈൽഡ് A, നിങ്ങൾ ഇങ്ങനെയാ ചെയ്യാൻ പോകുന്നത്, ഞാൻ ലെറ്റർ എയിലേക്ക് ജമ്പ് ചെയ്യുന്നു, ആൻഡ് ടീച്ചർ ഓർ ദ തെറപ്പിസ്റ്റ് യു ആർ ഷോയിങ് ഇറ്റ്, പൊട്രേ ചെയ്യുവാണ്, നിങ്ങൾ ചെയ്ത് കാണിച്ചു, ഓക്കെ വാട്ട് ഐ ആം ഗോണ ഡു. സോ ഇതുപോലെ കുട്ടി മോഡൽ ചെയ്യും. സോ ദിസ് ഇസ് മോർ ലൈക്ക് എ മൾട്ടി സെൻസറി. അവിടെ പ്രോപ്രിയോസെപ്റ്റീവ് സെൻസ് ഉണ്ട്, അവൻ ജമ്പ് ചെയ്യുമ്പോൾ അവന്റെ വെസ്റ്റിബുലർ സെൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്, വിഷ്വലി ഈ സംഭവങ്ങളെല്ലാം കാണുന്നുണ്ട്, ആൻഡ് ദിസ് വിൽ help him to get better knowledge, better understanding about the particular letter than നമ്മുടെ ഈ എന്താ പറയാ ടിപ്പിക്കൽ A B എന്ന് നമ്മൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതിനേക്കാളും. സോ ഇസ് ദാറ്റ് ക്ലിയർ? ദാറ്റ്സ് an example, വെരി സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ proprioceptive activity. Is that okay? Teachers, anyone? Okay. Thank you, Mohammed. Thank you. So another one is wall pushing. ഈ പറയുന്ന ജമ്പിങ് ആക്ടിവിറ്റി ഇസ് വൺ എക്സാമ്പിൾ ഓഫ് എ പ്രോപ്രിയോസെപ്റ്റീവ് ഗെയിം. നെക്സ്റ്റ് വൺ ഇസ് വാൾ പുഷിംഗ്. നിങ്ങളുടെ കാൽക്കുലത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെ നിങ്ങൾക്ക് ചുമരുകളുണ്ട്. യു ക്യാൻ ഡു വാൾ പുഷിംഗ്സ് ഇൻ ദ ലൈക്ക് ഇൻ ദ വാൾ. കുട്ടികളെ കൈ സ്ട്രെച്ച് ചെയ്ത് വെച്ച് അതൊരു എന്താ പറയുക ഒരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാം. ലെറ്റ്സ് ഡു
പുഷ് ആൻഡ് പുൾസ്, വാൾ പുഷിങ്, പുള്ളിങ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ മുടി പിടിച്ച് പുള്ളി എന്നല്ല, ലൈക്ക് എന്താ ടഗ് ഓഫ് വാർ നമ്മൾ പറയില്ലേ, ടഗ് ഓഫ് വാറിന് എന്താ മലയാളം, ഒരു കയറിന്റെ രണ്ട് സൈഡിൽ നിന്നിട്ട് രണ്ടുപേർ വലിക്കുന്ന ഗെയിം, ദാറ്റ് ഇസ് കോൾഡ് ടഗ് ഓഫ് വാർ. വടംവലി, ബേസിക്കലി വടംവലി, കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ദോസ് കൈൻഡ് ഓഫ് ഗെയിം. വാൾ പുഷിംഗ് ഗെയിം, മങ്കി ബാർസ്, നിങ്ങളുടെ ഗ്രൗണ്ട്സിലുള്ള മങ്കി ബാർസ്, അതായത് ക്ലൈംബ് ചെയ്ത് പിടിച്ച് വേറൊരു സാധനത്തിലേക്ക് മൂവ് ചെയ്ത് പോകുന്ന ഗെയിംസ്, ജമ്പിങ് ഡൗൺ ഗെയിംസ്, സ്ലോപ്സ്, സ്ലൈഡ് ഗെയിംസ്, ഇതുപോലുള്ള കളികൾ നിങ്ങളുടെ സെഷൻസിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ that will improve proprioception in the child. So that is one thing. പക്ഷെ ഈ പറയുന്ന ഒരു കളികളും ഫ്രീ ഓഫ് കോസ്റ്റ്, ലൈക്ക് ഓക്കെ നിങ്ങൾ പോയി കളിക്കുക, നിങ്ങളുടേതായ ഇഷ്ടത്തിന് കളിക്കുക എന്ന രീതിയിലല്ല, യു ആർ ഗിവിംഗ് ഇൻ എ സ്ട്രക്ചേർഡ് മാനർ. ഫോർ എക്സാമ്പിൾ, വെയിറ്റിംഗ് ഫോർ ടേൺസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസ് അതിനകത്ത് ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ തരത്തിലുള്ള ഗെയിംസ് കുട്ടികൾക്ക് കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് ഓക്കെ നിങ്ങൾ കളിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീൽ ഡു ഓർ ഹിസ് ഫ്രീ പ്ലേ, അവൻ തന്നെ കയറും ഇറങ്ങും. ദർ വിൽ നോട്ട് ബി എനി സ്ട്രക്ചർ ഓർ ദർ വിൽ നോട്ട് ബി എനി എന്താ പറയാ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. ബട്ട് ഇൻസ്റ്റെഡ് ഇഫ് യു പുട്ട് എ റൂൾ ഇൻ ദ ഗെയിം, രണ്ടു പേര് ചേർന്നിട്ടാണ് കളിക്കുന്നത്, ഫസ്റ്റ് ഇസ് യുവർ ടേൺ ആൻഡ് സെക്കൻഡ് ഇസ് അതർ ചൈൽഡ്സ് ടേൺ. അപ്പൊ ഫസ്റ്റ് മൂന്ന് കളിച്ചതിന് ശേഷം ദ നെക്സ്റ്റ് ടേൺ യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ് ആൻഡ് ദെൻ യു ഗെറ്റ് ഇറ്റ്. സോ അവിടെ യു വിൽ ഇൻട്രൊഡ്യൂസ് small group cohesion, you will introduce small and rule following, waiting for turns, sharing, these kind of things you can include in that game also. So ingane cheriya games ningal introduce cheyana. Classroom il ninge train games cheyam, like if it was in a offline presentation we would have done the game now, like train presentation enganeyanu, train game enganeyanu parayumbo nammal ellavarum shoulder il kai pidichonde classroom like trains pole ups and down, ട്രെയിൻസ് പോലെ നിങ്ങൾക്ക് സിഗ്സാഗ് മൂവ് ചെയ്യാനുള്ള ഗെയിം, ചെറിയ എന്താ പറയാ ജമ്പിങ് ജാക്സ് ഗെയിം. ജമ്പിങ് ജാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ് ഡൗൺസ് ജമ്പിങ് ജാക്സ് ഗെയിംസ് ഉണ്ട്. പിന്നെ ലൈക്ക് എന്താ പറയാ പുഷ് എന്താ പറയാ സിറ്റ് അപ്സ് ഗെയിംസ്, ലൈക്ക് എല്ലാരും ക്ലൈംബ് അപ് ടു ദ ഐ മീൻ ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് ഇങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല. ഇറ്റ് ഷുഡ് ബി ഷോൺ ആൻഡ് യു ഷുഡ് ഹാവ് ഡൺ ദിസ് കൈൻഡ് ഓഫ് ഗെയിം. ലൈക്ക് ചെയറിനുള്ളിൽ ഇരുന്നിട്ട് ഹി ഹാവ് ടു move, someone has to push him out of the chair. അങ്ങനെയുള്ള ചെറിയ silly kind of moving games, you have to introduce these kind of things in a classroom. അത് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിരിക്കും. Animal crawling, yes exactly, animal crawling is another. ഇപ്പൊ ക്ലാസ് റൂമിലെ ചെയർ ഒക്കെ അങ്ങ് മാറ്റിയതിനു ശേഷം you can put like a ring, അതിലൂടെ ആനിമൽസിനെ പോലെ നടക്കാൻ, എലിഫന്റിനെ പോലെ നടക്കാൻ, ക്രോക്കഡൈലിനെ പോലെ എഴയാനായിട്ട്, ഡക്കിനെ പോലെ നടന്നു പോകാനായിട്ട്, സോ പെൻക്വിനെ പോലെ നടക്കാനായിട്ട്, ദീസ് കൈൻഡ് ഓഫ് തിങ്സ് യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ടു ദം. ഇതെല്ലാം അവരുടെ പ്രോപ്രിയോസെപ്ഷനെ ഇംപ്രൂവ് ചെയ്യും. സോ വേറൊരു ആക്ടിവിറ്റി ചെയ്യാം, വീൽബാരോ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് കൈ ഊന്നിയതിനു ശേഷം കാൽമുട്ട് വേറൊരാളെ പിടിച്ചുകൊണ്ട് കയ്യിൽ നടന്നു പോകുന്ന ഗെയിമിനെയാണ് വീൽബാരോ വാക്കിംഗ് എന്ന് പറയുന്നത്. വീൽബാരോ വാക്കിംഗ് ഇസ് ലൈക്ക് നമ്മള് കാർട്ടിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ ബാക്കിൽ ഒരാൾ ആ കുഞ്ഞിന്റെ മുട്ടിൽ പിടിച്ച് he have to move. So this kind of games will improve the proprioceptive sense in the child. Proprioceptive sense മാത്രമല്ല, proprioception കളിയിലുള്ള അതുപോലെ തന്നെ റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുപോലെ കുട്ടികളുടെ എന്താ പറയാ പാർട്ടിസിപ്പേഷൻ, അറ്റൻഷൻ, ഇതെല്ലാം തന്നെ ഇംപ്രൂവ് ചെയ്യും. So coming to the vestibular, you can introduce like lot of games with swings ഉപയോഗിച്ചുകൊണ്ടുള്ള കളികൾ, ഊഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടുള്ള കളികൾ. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് ഊഞ്ഞാൽ. എവിടെ വേണമെങ്കിലും ഊഞ്ഞാൽ കെട്ടി സേഫ് ആയിട്ടുള്ള, ഐ മീൻ നോട്ട് റിസ്കി കൈൻഡ് ഓഫ് സേഫ് ആയിട്ടുള്ള ഊഞ്ഞാലുകളിൽ ഇരുന്നുകൊണ്ടുള്ള കളികൾ. ഊഞ്ഞാലിരുന്നിട്ട് ഒരു സാധനം എന്താ പറയാ സ്ലോ ആയിട്ടും സർക്കുലർ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും ഹൊറിസോണ്ടൽ ഇൻ ദ സെൻസ് ലൈക്ക് ഒരു ഡയഗണൽ ഷേപ്പിലും സ്വിങ് ചെയ്യാനുള്ള കളികളും. എന്തെങ്കിലും സാധനം മുന്നിലിരിക്കുന്ന ആളുടെ നിന്ന് എടുത്തിട്ട് ബാക്കിലേക്ക് ത്രോ ചെയ്യാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒരു ബോൾ കൊണ്ടുവന്ന് ഫ്രണ്ടിലേക്ക് ത്രോ ചെയ്യാൻ, സ്വിങ്ങിൽ ഇരുന്നുകൊണ്ട് സ്വിങ്ങിൽ നിന്നുകൊണ്ട്, ദീസ് കൈൻഡ് ഓഫ് തിങ്സ് യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ടു ദ ചൈൽഡ്. അത് സ്ലോ സ്വിങ്സ് ആർക്കും ഡിപ്പെൻസ് ഓൺ ദ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ കുട്ടിയുമായിട്ട് വർക്ക് ചെയ്യുന്ന ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ടൈപ്പുള്ള ഗെയിംസ്. വൈ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓരോ കുട്ടികളുടെയും പ്രൊഫൈൽ ഡിഫറെന്റ് ആയിരിക്കും, ഓരോ കുട്ടികളുടെയും സെൻസറി നീഡ് ഡിഫറെന്റ് ആയിരിക്കും. സോ ഒരു കുട്ടിക്ക് സെൻസറി സീക്കിംഗ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. നമുക്ക് അവനെ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യിക്കേണ്ട, പകരം നോർമലായി സ്വിങ് ചെയ്യാനാണ് അവനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. അതേസമയം സ്വിങ്ങിനോട് തന്നെ കയറാനേ പേടിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടാവും. ദാറ്റ് ഇസ് ലൈക്ക്
ലൈക്ക് ദ അതർ എക്സ്ട്രീം. സോ ഈ കുഞ്ഞുങ്ങൾക്ക് സ്വിങ്ങിനോടുള്ള ഭയം മാറ്റി അവരെ നമ്മൾ അതിന് ഇരിക്കാനും പതുക്കെ പതുക്കെ ആ മൂവ് ചെയ്യാനുമുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ വി ഇന്റഗ്രേറ്റ്. സോ ഇത് ഡിപ്പെൻസ് ഓൺ യുവർ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്. നിങ്ങളുടെ ഏത് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ആണ് ആ കുട്ടിയോട് വർക്ക് ചെയ്യുന്നത്, ദാറ്റ് പേഴ്സൺ ഹി ഓർ ഷീ വിൽ നോ മച്ച് ബെറ്റർ അബൌട്ട് ദ ചൈൽഡ്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഇങ്ങനെയുള്ള ഗെയിംസ് കുട്ടികൾക്ക് എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. സോ ദാറ്റ് ഇസ് വൺ തിങ്. ആൻഡ് വിൻഡ് മിൽ ഗെയിംസ്. വിൻഡ് മിൽ ഗെയിംസ് ആണ് നിങ്ങൾ പറയില്ലേ ഹെഡ് ഷോൾഡർ നീസ് ആൻഡ് ടോസ്, ഹെഡ് ഷോൾഡർ നീസ് ആൻഡ് ടോസ് എന്ന് പറയുന്ന ഒരു ഗെയിം, ഓരോ റൈംസ് ഉണ്ടല്ലോ. സെയിം ഗെയിം എണീറ്റ് നമ്മുടെ ഹെഡ് ഷോൾഡർ നീസ് ആൻഡ് ടോസ് എന്ന് പറയുന്ന ഗെയിം ഇരുന്ന് കളിക്കുന്നതിന് പകരം you will move up with the hand and then ഒരു എന്താ പറയാ ഒരു ഭയങ്കരമായി ഫിസിക്കലി മൂവ് ഓൺ ചെയ്തുകൊണ്ട് you will do the game. So that is actually total body movement ആണ്. നമ്മുടെ ഹെഡ് മൂവ് ചെയ്യുന്ന എന്ത് തരത്തിലുള്ള ഗെയിംസ് you can introduce for vestibular. പിന്നെ റോളിംഗ് ഗെയിംസ്. ഞങ്ങളൊക്കെ അമ്പലങ്ങളിൽ റോൾ ചെയ്തു പോകും, ഉരുൾ നേർച്ച ചെയ്യും. സെയിം കൈൻഡ് ഓഫ് എ ഗെയിം. ഞങ്ങൾ യൂഷ്വലി കോയിറ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മുകളിൽ സ്റ്റിക്കി ടേപ്സ് ഉണ്ടല്ലോ, സ്റ്റിക്കി ടേപ്സ് ഇട്ടിട്ട് താഴെ ഞങ്ങൾ സ്റ്റിക്കേഴ്സ് ഇട്ട് കൊടുക്കും. സോ ദ ചൈൽഡ് ഹാവ് ടു റോൾ ആൻഡ് കളക്ട് ഓൾ ദ സ്റ്റിക്കേഴ്സ്. സോ റോൾ ചെയ്യുമ്പോൾ അവൻ കൈകൊണ്ടായിരിക്കില്ല, അവന്റെ ബോഡിയിൽ അവന്റെ സ്റ്റിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റിക്ക് ചെയ്തായിരിക്കും പുള്ളി സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്യുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് എ ഗെയിം വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് ഫോർ ദ ചൈൽഡ്. അവൻ റോൾ ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികളാണെങ്കിൽ യു ക്യാൻ ഹെൽപ്പ്. ലൈക്ക് അറിയുണ്ടാവില്ല ആദ്യം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. സോ പേടിയായിരിക്കാം, പെട്ടെന്നൊരു വെൽക്രോയോ അല്ലെങ്കിൽ വെൽക്രോന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലൂസോ അവരുടെ മേത്തിട്ട് കൊടുക്കുമ്പോൾ ദേ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ മോഡൽ ചെയ്യുക. ഫസ്റ്റ് ടീച്ചറിന്റെ കയ്യിൽ റോൾ ചെയ്ത സംഭവം, റോൾ ചെയ്ത ടേപ്സ് ഇട്ടിട്ട് ടീച്ചർ സ്റ്റിക്കി കണ്ടോ, ടീച്ചർ ചെയ്യുന്ന കണ്ടോ, അല്ലെങ്കിൽ ഞാൻ തെറപ്പിസ്റ്റ് ചെയ്യുന്ന കണ്ടോ, സോ ആൻഡ് ഞങ്ങൾ ചെയ്യുന്ന മാം ചെയ്യുന്ന പോലെ നോക്കി സെയിം ട്രൈ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഗിവ് ഹിം എ പുഷ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ കളിക്കാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആണ്, ബിക്കോസ് ഇറ്റ്സ് സേഫ് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവും. So these kind of rolling games you can introduce. And yeah, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് കിട്ടുന്ന സാധനമാണ് സ്കൂട്ടർ ബോർഡ്സ്. I hope like you guys have scooter boards. like ഒരു ബോർഡിൽ താഴെ 4 വീൽസ് ഉണ്ടാവും, that will be safe. So ഈ സ്കൂട്ടർ ബോർഡിൽ പണ്ട് കാലങ്ങളിൽ നമ്മള് മരത്തിൽ നിന്ന് കിട്ടുന്ന എന്തായിരുന്നു പനയിൽ നിന്ന് കിട്ടുന്ന അതിൽ കുട്ടികൾ ഇരുന്നിട്ട് they'll hold on to, and കുറച്ച് മുതിർന്ന കുട്ടികൾ 1-2 പേര് അല്ലെങ്കിൽ അഡൽസ് ആരെങ്കിലും പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. ദ സെയിം തിങ്ങിന്റെ ആ സെയിം ഗെയിമിന്റെ മോഡേൺ വേർഷൻ ആണ് സ്കൂട്ടർ ബോർഡ് ആക്ടിവിറ്റി. ബേസിക്കലി അവൻ ആ സ്കൂട്ടർ ബോർഡിൽ ഇരുന്ന് ബാലൻസ് ചെയ്യും ആൻഡ് someone else will pull the scooter board. സോ ഇതൊരു തരം ഗെയിമാണ്. അല്ലെങ്കിൽ സ്കൂട്ടർ ബോർഡിൽ ഇരുന്നുകൊണ്ട് തന്നെ കൈ കൊണ്ട് തുഴഞ്ഞിട്ട് he or she can go and collect few other എന്താ പറയാ few other things which is kept away from the particular person. സോ ഇങ്ങനെയുള്ള എന്താ കളക്ടിങ് ഗെയിംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ഇൻ ദ ക്ലാസ് റൂം. ഇത് കൂടുതലും ഇന്ററാക്ട് ചെയ്യും, കൂടുതലും അവർക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും ഇൻട്രസ്റ്റിംഗും ആയിരിക്കും ഇങ്ങനെയുള്ള ഗെയിംസ്. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ABCD ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഗെയിം. ഈ ലെറ്റർ A തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. റൂമിന്റെ പല കോർണേഴ്സിൽ ലെറ്റർ A നമ്മൾ ടീച്ചേഴ്സ് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റർ എയുടെ ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സ് പ്ലേസ് ചെയ്യുക. ആൻഡ് യു ഹാവ് സ്കൂട്ടർ ബോർഡ്. ലെറ്റ് ദ ചൈൽഡ്, ഇപ്പൊ നിങ്ങൾക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ let 2 others wait for their turn and the first child will be sitting on the scooter board. ഇരുന്നുകൊണ്ട് പുള്ളി റോ ദ ബോർഡ് പാടാം, അല്ലെങ്കിൽ സം അതർ റൈംസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയ കുട്ടികൾക്ക് ഫെമിലിയർ ആയ റൈം പാടി യു ക്യാൻ ലെറ്റ് him row the scooter board and go collect every other stickers and come back to the classroom. Come back to the place. So ഇത് ഫസ്റ്റ് ടേൺ കഴിയുമ്പോൾ നെക്സ്റ്റ് ആൾക്ക് and the third person. So ഇങ്ങനെ ഒരു എന്താ പറയാ ഗ്രൂപ്പ് activities you can involve this kind of games which will make them more interactive and also that will orient their sensory integration basically. Is that clear or am I very vague? It is very clear, madam. It is very clear. Just എനിക്ക് 1-2 ഡൗട്ട്സ് ഉള്ളത്. നമ്മള് ഈ പ്രോപ്രിയോസെപ്റ്റീവും വെസ്റ്റിബുലാറും ഹൈപ്പർ സെൻസിറ്റീവും അതേപോലെ തന്നെ ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ പ്ലേ എങ്ങനെയാണ് അത് ഡിഫറൻഷിയേറ്റ്? മാഡം അതിന്റെ ഇടയ്ക്ക് എന്തോ പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മള് അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അതർവൈസ് ഇറ്റ് ഇസ് വെരി വെരി ഷുവർ മാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാം പറഞ്ഞ പോലെ പ്രോപ്രിയോസെപ്റ്റീവ് ആയിട്ടുള്ളതും
യൂഷ്വലി പ്രോപ്രിയോസെപ്റ്റീവ് ഭയങ്കര എന്താ പറയാ സ്പീക്കിംഗ് അല്ലാത്ത കുട്ടികളെ വളരെ ക്ലംസി കുട്ടികളായിരിക്കും. അതായത് അവർ അവേഴ്സ് ചെയ്യുന്ന കുട്ടികൾ നമുക്ക് തന്നെ അറിയാം, തീരെ ഒന്നിനും ഇന്ററാക്ട് ചെയ്യാൻ വയ്യാതെ ഇരിക്കുന്നിടത്ത് മാത്രം ഇരിക്കുന്ന അങ്ങനെ കുട്ടികളായിരിക്കും മോസ്റ്റ്ലി വളരെ ക്ലംസി ആയിരിക്കും. അപ്പൊ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടായിരിക്കും, വളരെ പാടുപെട്ടായിരിക്കും അവരെ നമ്മളെ ഗെയിമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് എല്ലാ കുട്ടികൾക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരേ ലെവലിൽ നമുക്ക് ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ക്ലാസ്സിൽ 3 പേരും 3 തരം പ്രൊഫൈലുള്ള കുട്ടികളാണ്. വെസ്റ്റിബുലാർ സീക്കറും വെസ്റ്റിബുലാർ അവേഴ്സീവും അതുപോലെ പ്രോപ്രിയോസെപ്റ്റീവ് സീക്കർ, പ്രോപ്രിയോസെപ്റ്റീവ് അവേഴ്സീവ്, ടാക്ടൈൽ എല്ലാത്തിലും ഉണ്ട് മാം. ഇതിന് മാത്രമല്ല എല്ലാത്തിലും ഈ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ ഓരോ കുട്ടികളുടെ ലിമിറ്റിനനുസരിച്ച് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഗെയിം മോഡിഫൈ ചെയ്യേണ്ടത്. ദ സെയിം ഗെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ഗെയിം ഒരു പ്രോപ്രിയോസെപ്റ്റീവ് അവോയ്ഡന്റ് അല്ലെങ്കിൽ ഒരു ക്ലംസി ആയിട്ടുള്ള കുട്ടിക്കാണെങ്കിൽ അവൻ അത് കാണുമ്പോൾ ഇത്രയും ദൂരം ഞാനത് പോകണം ആൻഡ് ഹി വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ്. സോ വാട്ട് നമ്മൾ ആദ്യം ചെയ്യുക, ആദ്യം ആ സ്കൂട്ടർ ബോർഡിൽ ഞാൻ അവനെ ഇരുത്തും. സ്കൂട്ടർ ബോർഡിൽ ഇഫ് ഹീസ് റെഡി ടു സെറ്റ്, ആ സ്റ്റിക്കേഴ്സ് റൂമിന്റെ പല കോർണറിൽ വെക്കാതെ ആ സ്റ്റിക്കേഴ്സ് അവന്റെ തൊട്ട് മുന്നിൽ തന്നെ വെക്കും. സോ വാട്ട് ഹി ഹാവ് ടു ഡു ഇസ് ഹി ജസ്റ്റ് ഹാവ് ടു സിറ്റ് ഓൺ ദ സ്കൂട്ടർ ബോർഡ്, ടേൺ ചെയ്ത് എടുത്ത് എനിക്ക് തരിക, അല്ലെങ്കിൽ ടേൺ ചെയ്ത് എടുത്തു കൊടുക്കുക. സോ അതിനവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റിക്കർ ഞാൻ ബോർഡ് ഇരുന്നോണ്ട് തന്നെ മേ ബി ഒരു പുഷിൽ പുള്ളിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ലേണിംഗ് ദ കോൺസെപ്റ്റ് അല്ല, ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവൻ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. സോ അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക, വി വിൽ ഇൻട്രൊഡ്യൂസ് ഇൻ ടു സം അതർ പ്രോപ്രിയോസെപ്റ്റീവ് ഗെയിം. അതിൽ അവൻ കംഫർട്ടബിൾ ആയതിനു ശേഷം പുള്ളീനെ തിരിച്ച് വീണ്ടും ഇവിടെ കൊണ്ടുവരും. ഓക്കെ, ദ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് വെസ്റ്റിബുലർ. വെസ്റ്റിബുലറിൽ പറയാൻ മാമിന് ക്ലിയർ ആയോ മാം, ജമീല മാം? Yes, sure. It is very, very clear. Yeah, thank you. Okay. അതേസമയം പ്രോപ്രിയോസെപ്റ്റീവ് ആയിട്ട് ഒത്തിരി സീക്കിംഗ് ആയ ഒരു ബിഹേവിയർ ഉള്ള കുട്ടിയാണെങ്കിൽ ഞാൻ അതായത് പല ഡിസ്റ്റൻസിൽ വെക്കുമെന്ന് പറഞ്ഞല്ലോ, അതിനോടൊപ്പം തന്നെ ഞാൻ പുള്ളിയുടെ കയ്യിൽ ഒരു വെയിറ്റ് കൂടെ കൊടുത്തേക്കും. ഫോർ എക്സാമ്പിൾ വെയിറ്റഡ് ബോൾ, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു ബോട്ടിലിൽ ലൈക്ക് 2 liters ഓഫ് വാട്ടർ ഇൻ എ ബാഗ്, ഞാൻ അത് പുള്ളിയോട് ഇടാൻ പറഞ്ഞിട്ടായിരിക്കും കുട്ടിയുടെ അടുത്ത് ചെയ്യാൻ പറയുന്നത്. ബിക്കോസ് ഹി ഓൾറെഡി ഹാവ് എ ലോട്ട് ഓഫ് സീക്കിംഗ് ബിഹേവിയർ. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പുള്ളിയുടെ ഈ വെയിറ്റഡ് വെസ്റ്റ്, ആ പുള്ളിയുടെ വെയിറ്റ് നമുക്ക് നാട്ടിൽ ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വെയിറ്റഡ് സാധനങ്ങൾ മേടിച്ചിടാം, അല്ലെങ്കിൽ കസ്റ്റമൈസ് നമുക്ക് തന്നെ ചെയ്യാവുന്ന വെയിറ്റഡ് വെസ്റ്റ്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വെയിറ്റഡ് ബോൾ ഞാൻ കൈ കൊടുക്കും. അത് വെച്ചുകൊണ്ടായിരിക്കും പുള്ളിയോട് ഞാൻ പോയി ഇതെടുക്കാൻ പറയുന്നത്. സോ ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഈസി ഫോർ ദ ചൈൽഡ്. അപ്പൊ അത് പുള്ളിയുടെ സെൻസറി ഇന്റഗ്രേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയി മാറും. ഓക്കെ, സെയിം തിങ് വെസ്റ്റിബുലറിൽ ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ പറയുന്ന വിൻഡ് മിൽ ആക്ടിവിറ്റി. വിൻഡ് മിൽ എന്ന് പറഞ്ഞാൽ ഹെഡ്, ഷോൾഡർ, നീസ് ആൻഡ് ടോസ് എന്ന് പറയുന്ന നമ്മൾ തന്നെ ഇടുന്ന പേരുകളാണ് ഇതിനെല്ലാം. യു ക്യാൻ ഓൾസോ മേക്ക് എ ഗെയിം ആൻഡ് പുട്ട് എ നെയിം. സോ ഇതിന് ഞങ്ങൾ പറയുന്ന വിൻഡ് മിൽ ആക്ടിവിറ്റി എന്നാണ്. സോ ഈ ഗെയിം കുട്ടി മൂവ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ സ്പിന്നിങ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യും, ജമ്പിങ് ഇൻവോൾവ് ചെയ്യും. അപ്പൊ ജമ്പ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ വി വിൽ നോട്ട് പുഷ് ഹിം ഫസ്റ്റ്. നമ്മൾ ജമ്പ് ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് ഇറങ്ങി ഇപ്പൊ ജമ്പ് ചെയ്യുന്നു, അത് നടക്കില്ല. That will actually create an anxiety and like അതിനോടൊരു അവേർഷൻ കൂട്ടുക മാത്രമല്ലോ. സോ വാട്ട് ഐം ഗോണ ഡു ഇസ്, ഞാൻ ഒരു തെറപ്പി ബോളിന്റെ മുകളിൽ ഇരുന്നിട്ട് ഐ മൈറ്റ് സിറ്റ് ഓൺ ദ തെറപ്പി ബോൾ ആൻഡ് ഐ മൈറ്റ് പുട്ട് ഹിം ഓൺ മൈ ലാപ്പ്. എന്നിട്ട് ഞാനായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ഹി മൈറ്റ് ബി ഫീലിംഗ് വെരി എന്താ പറയാ സ്കേർഡ്. ഒരു അവേഴ്സീവ് ആയ കുട്ടിയാണെങ്കിൽ ഭയങ്കര പേടി തോന്നും. സോ ഇൻ കേസ് നേരെ ഇരുത്തി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ച് ഐ വിൽ മേക്ക് ഹിം ഹഗ് മീ. ഹഗ് ചെയ്തുകൊണ്ടിരുന്നോട്ടെ. സോ ഹീൽ ഹഗ് ആൻഡ് ഹീൽ ഫീൽ കംഫർട്ട് ആൻഡ് സ്ലോലി ഐ വിൽ കീപ് മൂവിങ്. So that's the way I will start integrating him with vestibular. Ma'am, Jamila ma'am? Yes. Madam, it is very clear, madam. Clear. All right. Clear. So Yeah. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ തെറപ്പിസ്റ്റിനും they know the child better. Especially an occupational therapist who works in your place, they will know their children better. So അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ടാണ് same activity doesn't fit or same treatment protocol doesn't fit for everybody in the class, because they have a different sensory perception and profiles. Okay, so that is about vestibular activity. അതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്
ഇതുപോലെ തന്നെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ബോൾ പ്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ തെറപ്പി ബോൾ ഗെയിം. ഇപ്പൊ ജസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ, തെറപ്പി ബോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന സാധനമാണ് ഇത് ജിം ബോൾ. പല കുട്ടികളുടെ സൈസിൽ യു വിൽ ഗെറ്റ് ഇറ്റ്. യെസ്, സോ ഈ ജിം ബോൾസ് യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ഇൻ യുവർ ക്ലാസ് റൂം. ഇപ്പൊ സീറ്റിംഗ് ടോളറൻസ് കുറവായ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾ സീറ്റിൽ തന്നെ ചെയറിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു നിർബന്ധം നമ്മൾ മാറ്റി വെച്ചിട്ട് ലെറ്റ് ദം സിറ്റ് ഇൻ ദ തെറപ്പി ബോൾ. ഇപ്പൊ സ്പെഷ്യലി ക്ലാസ് റൂമിനെക്കാളും 1-on-1 സെഷൻസിലായിരിക്കും അത് കൂടുതൽ എഫക്റ്റീവ്. നമ്മൾ ജിം ബോളിൽ കുട്ടീനെ ഇരുത്തിയിട്ട് യു സ്റ്റാർട്ട് ടോക്കിംഗ്. സ്പെഷ്യലി ദാറ്റ് വിൽ വർക്ക്സ് വിത്ത് സ്പീച്ച് തെറപ്പിസ്റ്റ്. സ്പീച്ച് തെറപ്പിസ്റ്റില് ഒത്തിരി പേര് കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ് സിറ്റിംഗ് ടോളറൻസ്. ദേ വിൽ വർക്ക് ഓൺ അറ്റൻഷൻ സ്പാൻ. അവരെ കുട്ടികളുടെ അറ്റൻഷന് വേണ്ടി വർക്ക് ചെയ്യും. പക്ഷെ അവരുടെ സിറ്റിംഗ് ടോളറൻസ്, ആ കുട്ടിക്ക് ഇരിക്കാനുള്ള ഒരു ക്ഷമ ഇല്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. വാട്ട് ക്യാൻ വി ഡു? ഗിവ് എ ടിപ്പ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഫസ്റ്റ് തിങ് വിച്ച് വി സേ. Therapy ball, you can make the child sit and balance the therapy ball with your legs and then do the session. അപ്പൊ പതുക്കെ ആ കുട്ടി ഇരുന്ന് അതിൽ ബൗൺസ് ചെയ്തുകൊണ്ട് തന്നെ he will listen to you. So we can do lot of activity with the therapy ball. Occupational therapists will know like what are the activities like bouncing activities. നമുക്ക് കുഞ്ഞിനെ നേരെ പാരലായി ഇതപ്പോ കൺസിഡർ ദിസ് ആസ് എ ചൈൽഡ്. ഇതൊരു തെറപ്പി ബോൾ ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ എന്റെ കാലിന്റെ ഇടയിലാണ് ആ തെറപ്പി ബോൾ വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഐ എം കീപ്പിംഗ് ദ child on the ball. If the child is very scared, I'll not keep him like this way. Instead, ആദ്യം ഞാൻ കുഞ്ഞിനെ തിരിച്ച് എന്റെ മേലിലോട്ട്, maybe I'll hug him and I'll sit with him. എന്നിട്ട് ഞങ്ങൾ we'll bounce, we'll rock slowly, we'll move front and back slowly, or maybe എന്താ പറയുക ഒന്നും ചെയ്യണ്ടാവില്ല. Maybe on the first time I'll just sit with him on the ball. That's all. Movement പോലും ഉണ്ടാവില്ല. Once he's very comfortable with sitting on the ball, slowly I'll make him bounce along with me. അത് കഴിഞ്ഞ് slowly I'll make him rock along with me. അത് കഴിഞ്ഞിട്ടായിരിക്കും I'll make him, if he is ready, the child is ready, I'll make him turn and sit and then slowly bounce. ഈ ബൗൺസിങ് ചെയ്യുന്ന സമയത്ത് this all doesn't happen in a day. ഇതെല്ലാം ചിലപ്പോൾ ചില കുട്ടികളിൽ in a day happen ചെയ്യും, but not for all. So slowly കുഞ്ഞ് എക്സെപ്റ്റ് ചെയ്യുന്ന maybe 1 or 2 or 3 സെഷൻസിന് മേലെ തന്നെ എടുക്കും ഒരു കുട്ടി നിങ്ങളുടെ കൂടെ ബോളിൽ ഇരിക്കാൻ. So it varies and depends upon the particular child. So once the child is ready to sit with me in this way, either എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഉണ്ട് അല്ലെങ്കിൽ കോ ചൈൽഡ് ഉണ്ടെങ്കിൽ I'll make him stand in front of him and pass him a ball. ഒരു ബോൾ അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാനോ. So he have to reach. When he reach, we will move front and we'll go back. So അങ്ങനെ ഞാൻ body rocking, instead of body rocking, I'll start introducing rocking in the ball. Once he become very comfortable with sitting with me, ഞാൻ എന്നിൽ നിന്ന് മാറ്റിയിട്ട് I'll make him sit alone in the ball by balancing himself or ഞാൻ ബാലൻസ് ചെയ്തുകൊണ്ട്. And then I'll make him do the body movements, rocking ചെയ്യും, bouncing ചെയ്യും, slow bouncing. I'm not doing the vigorous bouncing അല്ലെങ്കിൽ vigorous jumping അല്ല, very slow bouncing. That also depends on the child's sensory profile, which your OTs will be able to help you. So ഞാൻ അതിനെ കുഞ്ഞിനെ ബോൾ ബൗൺസ് ചെയ്യിക്കും, റോക്കിംഗ് ചെയ്യിക്കും, forward backward shaking. Once they are really comfortable, I'll start making them do activity in the sense I'll make them take a ball or throw a ball or pass something from this or that, or just ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യമല്ല. ബിക്കോസ് കുട്ടി ബാലൻസ് ആണ്, കുട്ടി ഹെവി ബിൽഡ് ഉള്ള കുട്ടിയാണ്, വണ്ണമുള്ള കുട്ടിയാണ്, എനിക്ക് ഇതെല്ലാം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല and I don't have a helper, then you don't do that. But you can talk to the child, സംസാരിക്കാം കുട്ടിയോട്. Like you can sing a rhyme with him. You can sing, for example, Johnny, Johnny, and you wait for him to answer. Okay, like yes, Papa. Eating sugar? No, Papa. Let the child answer. Alengil, let just you and him speak something, or just say numbers. I'll say 1, you say 2, 3, 4, 5. The child will say 6. So ഇങ്ങനെയുള്ള ചെറിയ oral games introduce ചെയ്യും. The same thing what speech therapists can do is like you can do the oral massages and you can do all sort of manipulations, articular changes, activities. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. ഇതൊക്കെ വേണ്ട, you make them sit. If you have a balloon with you, you like നമ്മള് balloon inflate ചെയ്തിട്ട് just let him see that the balloon is like എന്താ പറയാ ചുരുങ്ങുന്നത്, let him see. അത്രേ ഉള്ളൂ. ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, all right, you have a sensory bottle അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു sensory bottle or something or the other, you make it and keep it in front of him and let him see the sand is settling down, അല്ലെങ്കിൽ glitters വെള്ളത്തിലേക്ക് settle ആവുന്ന കാണട്ടെ, മതി. So all the sensory activity has to be associated with a simple game.
അപ്പോഴേ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാതെ കുട്ടി ബോളിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നതുകൊണ്ട് സെൻസറി ഇന്റഗ്രേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ബിക്കോസ് he is just the same. അവനെ ചെയ്യുന്ന അതേ സാധനം തന്നെ ഞാൻ അവനെ കൊണ്ട് ചെയ്യിക്കുന്നു, അതിൽ ഒരു ചേഞ്ച് ഇല്ല. So what have to do is he have to associate along with another activity. അത് സംസാരിക്കുന്നതാവാം, റൈംസ് ആവാം, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഗെയിംസ് ആവാം, അല്ലെങ്കിൽ ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി ആയിരിക്കാം, ഇല്ലെങ്കിൽ ലേണിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. എന്തെങ്കിലും ഒന്ന് ഇതിനോട് ചേർന്ന് എപ്പോഴും നമ്മൾ ചെയ്യണം. ഓക്കെ, so that is something about the ball play. And heavyweight activities is something which another one which you have to do. ഞാൻ നേരത്തെ പറഞ്ഞില്ല പുഷ് ആൻഡ് പുൾ. ഈ പുഷ് ആൻഡ് പുള്ള് 1 കിലോ എന്താ പറയാ 1 കിലോ മണ്ണ് കെട്ടിയ ഒരു ബാഗിനെ ഒരു കോർണറിൽ നിന്നും വേറൊരു കോർണറിലേക്ക് കൊണ്ടുവരുന്നതോ, അതിനെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്നതോ പുൾ ചെയ്ത് കൊണ്ടുവരുന്നതോ, ഇറ്റ് കുഡ് ബി അനദർ സിമ്പിൾ എന്താ പറയാ പുഷ് ആൻഡ് പുൾ ഹെവി വെയിറ്റ് ആക്ടിവിറ്റി ആക്കാം. അതുപോലെ ക്ലാസ്സില് ബുക്സ് എന്തെങ്കിലും എടുത്ത് ക്ലീനപ്പ് ചെയ്തിട്ട് കബേർഡ്സ് ക്ലീനപ്പ് ചെയ്യാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതും, അതുപോലെ അവരെ കൊണ്ട് റീഅറേഞ്ച് ചെയ്യിക്കുന്നതും, ഇതെല്ലാം തന്നെ വെയിറ്റ് എടുത്ത് എന്താ പറയാ അറേഞ്ച് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ. ദീസ് കൈൻഡ് ഓഫ് ഗെയിംസ് ഓൾ വിൽ കം ഇൻ ദിസ് എന്താ പറയാ വെയിറ്റ് ലിഫ്റ്റിംഗ് ഗെയിംസ്. അത് കൊടുക്കുക. എസ്പെഷ്യലി യുവർ ഫിസിയോതെറാപ്പിസ്റ്റ്, if she is available there, പുള്ളിക്കാരിക്ക് they can suggest you a lot of games which includes കുട്ടിയുടെ ഫിസിക്കൽ സ്ട്രെങ്തിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരുപാട് ഗെയിംസ് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം വെയിറ്റ് ആ കുട്ടിക്ക് എടുക്കാൻ പറ്റും, അതുകൊണ്ട് എത്ര വെയിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവനെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടി ഈ എന്താ പറയാ പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക്. സോ ദീസ് കൈൻഡ് ഓഫ് ഗെയിംസ് യു ക്യാൻ ഇൻവോൾവ് ഇൻ ദ ക്ലാസ് റൂം. So basically speaking, നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഐ ഡോണ്ട് നോ ഇപ്പോൾ തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അറിയില്ല. വാട്ട് ഐ എം സേയിങ് ഇസ് കാഷ്വൽ ആയിട്ട് എപ്പോഴും പഠിപ്പിക്കുന്ന പോലെയുള്ളതിനെ മാറ്റിയിട്ട് if you include these kind of games, that will help the productivity of your children. അത് കൂടുതൽ അവരെ മനസ്സിലാക്കാൻ, that will help the child to understand better. ഇതുപോലെ ജസ്റ്റ് നമ്മൾ പറഞ്ഞത് proprioceptive and vestibular. ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി നമുക്ക് ക്ലാസ് റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടാക്ടൈൽ ഗെയിംസ്. ടാക്ടൈൽ ഗെയിംസിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെൻസറി ബെൻസ്. സോ സെൻസറി ബെൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് യു ക്യാൻ ഹാവ് ലൈക്ക് ഫ്യൂ എന്താ പറയാ കാർഡ്ബോർഡ് ബോക്സസോ ഇല്ലെങ്കിൽ കാർട്ടൺ ബോക്സസോ ഇല്ലെങ്കിൽ യു വിൽ ഗെറ്റ് പ്ലാസ്റ്റിക് ബെൻസ്. ഒന്നും വേണ്ട, കുട്ടികൾ വായിലിട്ട് പേടിച്ചു വായിലിട്ട് പോകുമെന്ന് വിചാരിക്കുന്ന എന്താ പറയാ വായിലിട്ടാൽ ഹാംഫുൾ അല്ലാതാവുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ യു വിൽ ഗെറ്റ് റൈസ്, അരി ഉണ്ടാവും, പയറുണ്ടാവും, പരിപ്പുകൾ ഉണ്ടാവും, സീരിയൽസ് ഉണ്ടാവും, നമ്മൾ കഴിക്കുന്ന കോൺഫ്ലെക്സ് ഉണ്ടാവും, പാസ്ത ഉണ്ടാവും. ഇതുപോലുള്ള സാധനങ്ങളെ യു ക്യാൻ സെപ്പറേറ്റ്ലി പുട്ട് ഇറ്റ് ഇൻ എ ബിൻസ് ആൻഡ് give them to play. അവരത് എടുക്കും, വാരും, കളിക്കും, കൈകൊണ്ട് എക്സ്പ്ലോർ ചെയ്യും. They will do umpteen number of things in a sensory bin. Sensory bin is very simple to make and it's very very effective for every children. So what happens is തൊടാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും അവന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ മുമ്പിൽ സെഷൻസിലാണെങ്കിലും അതെ ക്ലാസ് റൂമിലാണെങ്കിലും ഹി കാൺ ടോളറേറ്റ്, അത് അപ്പൊ കൈകൊണ്ട് എടുക്കും. അതൊരു സ്റ്റിക്കർ ആയിക്കോട്ടെ, അതൊരു നമ്മുടെ ഫോൺ ആയിക്കോട്ടെ, അല്ല ക്രയോൺസ് ആയിക്കോട്ടെ, എന്തും പുള്ളി ചിലപ്പോൾ എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ അതിനെ സ്ക്യൂഷ് ചെയ്ത് സ്മാഷ് ചെയ്ത് അതിനെ കളയും, ചിലപ്പോൾ നശിപ്പിച്ചത്. ഹി വിൽ നോട്ട് യൂസ് ഇറ്റ് പ്രോപ്പർലി. സോ ബട്ട് എടുക്കും, പുള്ളിക്ക് അത് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഹി വിൽ കീപ് ഇറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഫ് യു ഗിവ് സെൻസറി ബെൻസ് അവരെ ഒത്തിരി റെഗുലേറ്റഡ് ആവും, സെൽഫ് റെഗുലേറ്റ് ആവും. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ഒരു സെൻസറി ഒരു ബാസ്ക്കറ്റ് ഞാൻ സീയിങ് ആൻ എക്സാമ്പിൾ ഫോർ എ സെൻസറി ബെൻ. ഒരു ബാസ്ക്കറ്റ് ഞാൻ എടുക്കുന്നു, ആ ബാസ്ക്കറ്റിൽ ഐ എം ഫില്ലിങ് ലൈക്ക് ഒരു മേ ബി ഒരു 1 kilo ഓഫ് റൈസ്, 1 kilo അരി ഞാൻ ഇട്ടിട്ട് ഐ എം ആഡിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് കളർ, ഫുഡ് കളർ തന്നെ ആഡ് ചെയ്ത് I'm mixing it and I'm adding alphabets inside. അല്ലെങ്കിൽ പോട്ടെ animals I'm adding inside. So the child can play with those things. Okay. അതുപോലെ വേറൊരു ബിൻ I'm taking is like നമ്മുടെ ഫ്ലോർ, മാവ്, മൈദ. You can put maida and put a little bit of എന്താ പറയാ color or salt. You can put it, make it a little grainy. എന്നിട്ട് you give him. നമുക്ക് soft sand ആയിട്ട് കുട്ടികൾ അത് കളിക്കും. So this kind of bins will help the child to regulate. That is one thing, sensory bin. You just Google it, you'll have umpteen number of activities in sensory bins. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ട്രെയിൻ ചെയ്യാം. സ്പീച്ച് തെറപ്പിസ്റ്റുകൾക്ക് you can train lot of things with the sensory bin. It's one of the ഫേവറേറ്റ് ആക്ടിവിറ്റി ഞങ്ങളുടെ സ്പീച്ച് തെറപ്പിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും അവരുടെ ഫേവറേറ്റ് ആക്ടിവിറ്റിയിൽ പെടുന്ന ഒന്നാണിത്. സോ ദിസ് തിങ് യു ക്യാൻ ഡു ഇറ്റ് ഇൻ യുവർ സെഷൻസ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ആക്ടിവിറ്റിയാണ് ട്രഷർ ഹൺസ്. അതായത് ട്രഷർ ബാഗ്സ് ഉണ്ടല്ലോ, കുറച്ചുകൂടി കോഗ്നിറ്റീവ്ലി
കുറച്ചുകൂടി ക്ലവർ ആയ കുട്ടികൾക്കാണ് ഈ ട്രഷർ ബാഗ്സ് എഫക്റ്റീവ് ആവുന്നത്. ഈ ട്രഷർ ബാഗ്സിനകത്ത് വാട്ട് യു ക്യാൻ ഡു ഇസ് പർട്ടിക്കുലർ ഇതുപോലെ എന്തെങ്കിലും റൈസോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടാക്ടൈൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഗോലീസ് വായിലിടുന്ന കുട്ടികളാണെങ്കിൽ യു ഹാവ് ടു ബി റിയലി കെയർഫുൾ. എന്ന് പറയുന്നത് സൂപ്പർവൈസ് ആയിട്ടായിരിക്കണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. സോ ആൻഡ് ആഡ് പർട്ടിക്കുലർ എന്താ പറയാ ടോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സാധനം ഇട്ടിട്ട് ലെറ്റ് put his hands inside, തെരഞ്ഞെടുക്കട്ടെ ഒരെണ്ണം ആൻഡ് ടെൽ ഹിം അബൌട്ട് ഇറ്റ്. ഫോർ എക്സാമ്പിൾ ഹി ടുക്ക് എ പീസ് ഓഫ് എ കാറ്റ്, ഒരു കാറ്റിന്റെ എന്താ ഒരു പസിൽ പീസ് ആണ് എടുത്തത്. ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ റെസ്റ്റ്. വീണ്ടും പുള്ളി കയ്യിലെടുക്കുന്നു. ഈ സെൻസറി ഇതിനകത്തുനിന്ന് പുള്ളി കാണാതെയാണ് അടുത്ത പസിൽ പീസ് എടുക്കുന്നത്. ഇറ്റ്സ് എ പസിൽ പീസ് ഓഫ് എ കാറ്റ്. സോ ഫസ്റ്റ് പീസ് എടുത്തു, സെക്കൻഡ് പീസ് എടുത്തു, ആൻഡ് ദർ ഇസ് 2 more pieces. It's a 4-piece puzzle. So he's going again inside and he's gonna search and find it out. So ഇതിനകത്ത് വരുന്നത് his tactile sense, his visual sense, his proprioceptive sense. ഇത് ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യും. ഇതിനാണ് നമ്മൾ മൾട്ടി സെൻസറി ഗെയിംസ് എന്ന് പറയുന്നത്, മൾട്ടി സെൻസറി ആക്ടിവിറ്റീസ്. ദാറ്റ് വിൽ ഹെൽപ്പ് ദ ചൈൽഡ് ടു ലേൺ ബെറ്റർ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈവൻ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ യു ഗൈസ് ടു ഇൻട്രൊഡ്യൂസ്. നമ്മളൊരു പ്ലെയിൻ ആയി പഠിപ്പിക്കുന്നതിലും വളരെ എഫക്റ്റീവ് ആണ് ഈ കാര്യങ്ങൾ. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു ഗെയിമാണ്, ഓൾറെഡി മേ ബി യു വിൽ ബി ഫെമിലിയർ വിത്ത് ദാറ്റ്, ഷേവിംഗ് ഫോം ഗെയിംസ്. പക്ഷെ ഈ ഷേവിംഗ് ഫോം ഗെയിംസ് നിങ്ങൾ എപ്പോഴും ഒരു എന്താ പറയാ അണ്ടർ യുവർ സൂപ്പർവിഷനിലായിരിക്കണം. ബിക്കോസ് there is chances of putting it in the mouth. അതുപോലെ ഗോലീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രിസ്റ്റൽസ്, സ്റ്റോൺസ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെല്ലാം തന്നെയും ടാക്ടൈൽ ഗെയിംസിൽ പെടുന്നതാണ്. പക്ഷെ അത് വായിലിടാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് വാട്ട് വി പ്രിഫർ ഇസ് ലൈക്ക് എഡിബിൾ തിങ്സ്. എഡിബിൾ തിങ്സ് ആകുമ്പോഴത്തേക്ക് കൊച്ചിന് ഹാർംഫുൾ അല്ലാത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങളെയും നിങ്ങൾക്ക് സെൻസറി ബിന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. വാട്ടർ ഗെയിം ഇസ് another important one. വാട്ടർ ഗെയിം ഇസ് സംതിങ് എന്താ പറയാ, ഇറ്റ് വർക്ക്സ് മാർവലസ് വിത്ത് ചിൽഡ്രൻ. വെള്ളം ഇഷ്ടമില്ലാത്ത ഒരു 1% കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഒരു 99% കുട്ടികൾക്കും വെള്ളം ഇഷ്ടമായിരിക്കും. യു കെൻ ഇൻട്രൊഡ്യൂസ് വാട്ടർ ഗെയിംസ്. വാട്ടറിനകത്ത് ആനിമൽസിന് ഇടാം, വാട്ടർ ടോയ്സ് ഇട്ടിട്ട് യു കെൻ മേക്ക് കളർ വാട്ടേഴ്സ്, ബോൾസ് ഇട്ടിട്ട് ബോൾസിനെ അതിൽ നിന്ന് കോരിയെടുക്കുന്ന ഗെയിംസ്. ആൽഫബറ്റ്സിനെ നിങ്ങളുടെ ക്യാപ്സിനുള്ളിൽ എന്താ പറയാ നമ്മൾ പറയല്ലേ റീസൈക്കിൾ ചെയ്യുക. ബോട്ടിൽ ക്യാപ്സിനുള്ളിൽ ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, പഠിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ പിക്ചേഴ്സ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വെള്ളത്തിലിടും. ലെറ്റ് ദം സ്കൂപ്പ് ഇറ്റ് ഔട്ട്. So this all will give them more interest to the activity. They will learn much better, and also sitting tolerance, our sensory integration, idellam thane improve cheyum. So try and do this kind of games. Sensory bin activities ningal kodukkumbo thane you will get like a lot of things in Google. So this is something which very effective for children. Okay, any questions here? Anyone? Any questions? No. All right. Okay. I hope I'm like making you understand. I don't know. ഇത് കൂടുതലും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട ഒരു സെഷൻ ആയിരുന്നു. സോ യെസ് മാം. ക്ലിയർ ആവുന്നുണ്ട് മാഡം. എല്ലാ ഗെയിംസും വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കുറെ ഗെയിംസ് ഒന്നും എന്നെ സംബന്ധിച്ചോളം ഒത്തിരി ഗെയിംസ് ഇപ്പം മാഡം പറഞ്ഞതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ കുട്ടികളിൽ ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് ആണ്. ഒത്തിരി ബെനിഫിറ്റ് ആവുന്ന ഗെയിംസ് ആണ്. ഓക്കെ, താങ്ക് യു. സോ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞങ്ങളെ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു 2 or 3 മെസ്സി ഗെയിംസ് അതുകൂടെ ഐ ലെറ്റ് യു നോ. സോ നിങ്ങൾ ക്ലാസ് റൂമിൽ എനിക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ദാറ്റ് വിൽ ബി the best. So it's called messy game. Messy game എന്ന് പറഞ്ഞാൽ by the name it portray, it's a mess. It will be like lot of mess there. നിങ്ങൾ ക്ലാസ് റൂം പിന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും, അത്രയ്ക്ക് മെസ് ആയിരിക്കും. So what is there happening is it's a free play. നമ്മൾ ഈ പറയുന്ന സെൻസറി ബിൻ പോലെ തന്നെ you can create a messy play bin. നമ്മൾ യൂസ് ചെയ്ത പേപ്പേഴ്സിന്റെ പേപ്പർ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിനെ യു ക്യാൻ എന്താ പറയാ സ്ട്രിപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു നീളത്തിലുള്ള നമ്മൾ ഇത് ചെയ്യുമല്ലോ, പേപ്പറിനെ വേസ്റ്റ് ചെയ്യുമല്ലോ, ആ സംഭവത്തിനെ യു ക്യാൻ കളക്ട് ദം. അതിനെ സ്ട്രിപ്പ് ചെയ്തിട്ട് യു ക്യാൻ പ്ലേ വിത്ത് ദ പേപ്പർ. എന്താണ് ഞങ്ങൾ അതിനെ പറയുന്നത്, മെസ്സി ഗെയിം തന്നെയാണ്. I don't know. I can forward you the videos and pictures if you like to see. So അതൊന്ന്. The same thing, rice games. റൈസ് ഗെയിംസ് തന്നെ ചെയ്യാം. ഈ റൈസിനെ തന്നെ ഞങ്ങള് റെയിൻ ഗോ അവേ എന്ന് റെയിൻ ഗോ അവേ കം അഗൈൻ അദർ ഡേ എന്ന് പറഞ്ഞ് ഞങ്ങള് ക്ലാസ്സിൽ കംപ്ലീറ്റ് കുട്ടികളുടെ മേലെ സ്പില്ല് ചെയ്യും. സോ ദിസ് ഇസ് മോർ ലൈക്ക് റൈസ് ഗെയിം. അവർ ആ സ്പില്ല് ചെയ്ത റൈസിനെ വീണ്ടും കളക്ട് ചെയ്ത് ദേ ത്രോ ഇറ്റ് ഔട്ട്. അവരുടെ ഒരു ഫ്രീ ഗെയിം ആണ്. ദിസ് ഇസ് എ മെസ്സി പ്ലേ. അനദർ വൺ ഇസ് നമ്മൾ കോമൺ ആയിട്ട് കൊച്ചു കുട്ടികൾ യൂസ് ചെയ്യുന്ന ഡയപ്പേഴ്സ്.
So what we do is ഞങ്ങൾ ആ ഡയപ്പേഴ്സിനെ കട്ട് ചെയ്തിട്ട് ഡയപ്പേഴ്സിന്റെ ഉള്ളിലുള്ള ജെല്ലിനെ പുറത്തെടുക്കും. ആ ജെല്ലിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ വെരി സോഫ്റ്റ് ആൻഡ് ഒരു ഫോം കിട്ടും. ഇറ്റ്സ് നോട്ട് എഡിബിൾ അല്ല. ആ ഒരു ഫോമിനെ we'll give the children to play. So അവർ അതിനകത്ത് എന്തെങ്കിലും ഒരു കളറോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് you will get it like എന്താ പറയുക ഒരു സ്ക്യൂഷി ആൻഡ് സ്ലൈമി ആയിരിക്കും. നമ്മൾ കോട്ടന്റെ ഉള്ളില് വെള്ളം ഒഴിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും സോഫ്റ്റ് ആയ ഒരു ജെല്ലി കൈൻഡ് ഓഫ് എ മിക്സ്ചർ. സോ ദിസ് ഇൻട്രൊഡ്യൂസ് ടു ദ ചിൽഡ്രൻ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇത് വെച്ച് കളിക്കും. പെയിന്റ് ഗെയിംസ്. വി ഹാവ് എ ഡേ കോൾഡ് പെയിന്റ് ഡേ, കളറിംഗ് ഡേ. സോ എവറി ഡേ ദേ കളർ. ബട്ട് ഈ ഡേയില് what they do is they do hand painting on themselves. ബോഡിയില് അല്ലെങ്കിൽ മറ്റൊരാളുടെ ബോഡിയിൽ ദേ ഡ്രോ ഓൺ അതർ ചൈൽഡ്, ദേ ഡ്രോ ഓൺ ദംസെൽഫ്. സ്വന്തം ബോഡിയിൽ വരയ്ക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഫ്രീഡം ഉണ്ട് ആ ടൈമിൽ. സോ ദ ചിൽഡ്രൻ വിൽ ഡു ഇറ്റ് ടു ഈച്ച് അതർ. അതുപോലെ സ്വന്തമായിട്ട് ചെയ്യും. ഈവൻ ടു ഞങ്ങളുടെ മേത്തും ഒക്കെ they'll come around and they'll do this. It gives the child body perception, ഒരു എന്താ പറയാ ഇൻട്രസ്റ്റ് ഫോർ ഡ്രോയിങ്, ഇൻട്രസ്റ്റ് ഫോർ കളേഴ്സ്, അതുപോലെ തന്നെ tactile senses. These all things comes in messy play. So try doing these kind of games in your classroom, which will introduce your child's and the motivation. That actually gives the child a better motivation to come to school, to be with the group, to interact. If etra interactive allata isolated ആയിരിക്കുന്ന autistic ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും messy plays, സെൻസറി പിൻസ്, ഈ പറഞ്ഞ സെൻസറി ഗെയിംസ് എല്ലാം തന്നെ അവരുടെ ഒരു മോട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ യു വിൽ സീ ദ ചേഞ്ചസ് വെരി സ്ലോലി. സംടൈംസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, ചില കുട്ടികൾക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. സോ റെസ്പെക്ട് ഹിസ് പ്രൈവസി, റെസ്പെക്ട് ഹിം. നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ആ കുട്ടീനെ നമ്മൾ ആ ഗെയിം ചെയ്യാൻ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് നീ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കരുത്. ദാറ്റ് വിൽ നെവർ വർക്ക്. അത് അവേർഷൻ ക്രിയേറ്റ് ചെയ്യുള്ളൂ കുട്ടികളിൽ. സോ അതിനെ സ്ലോലി ഗ്രേഡ് ചെയ്യുക എന്നുള്ളതിന് ഒരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞിട്ട് വിൽ സ്റ്റോപ്പ് ദിസ്. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ഹു ഡസൻ ലൈക്ക് പെയിന്റ്, ടാക്ടൈൽ അവേഴ്സീവ് ആയ കുട്ടിയാണ്, ആ കുട്ടിക്ക് പെയിന്റ് ഇഷ്ടമല്ല. സോ ക്ലാസ് റൂംസിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഡു പെയിന്റിങ്, യു വിൽ ഹാവ് പെയിന്റിങ്, ഫിംഗർ പെയിന്റിങ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇഷ്ടമല്ല. സോ how can you make the child do the activity, അല്ലെങ്കിൽ make the child do എന്താ പറയാ പെയിന്റിങ് ആക്ടിവിറ്റി? ഫസ്റ്റ് തിങ്, യുവർ OT ഡസ് സെൻസറി ഇന്റഗ്രേഷൻ വിത്ത് ദ ചൈൽഡ്. അതായത് OTs വളരെ, OT ഇൻ ദ സെൻസ് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്, അവര് ആ കുട്ടീനെ സ്ലോലി ദേ വിൽ ഇൻട്രൊഡ്യൂസ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് എ ടെക്സ്ചർ. പെയിന്റിന്റെ ടെക്സ്ചറിനോടായിരിക്കും താല്പര്യക്കുറവ്. സോ അവർ ഇതിനെ കുറിച്ച് സംസാരിക്കും. ദിസ് ഇസ് നത്തിങ്, സീ ഞാൻ മോഡൽ ചെയ്യുന്ന കണ്ടോ, ഞാൻ ചെയ്യുന്ന നോക്കൂ, ഇതുപോലെ ചെയ്യും. ബട്ട് ഹി മേ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. അപ്പൊ അവര് ഫൈൻ മോട്ടോർ ഈ എന്താ പറയാ ventral aspects, they will do massages, they'll give him different senses to manipulate. അങ്ങനെ ചെയ്തിട്ട് സ്ലോലി പെയിന്റിന്റെ സിമിലർ ആയി ടെക്സ്ചർ ഉള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും, അതിനെ ഗെയിംസിനകത്ത് ഇൻവോൾവ് ചെയ്യും. അത് നിങ്ങളുടെ OTയുടെ ജോബാണ്. സോ ദാറ്റ് ഇസ് ദ ടാക്ടൈൽ ഇന്റഗ്രേഷൻ. ആ ടാക്ടൈൽ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് slowly he will be coming to the classroom to do the painting activity. ഈ പെയിന്റിംഗ് ആക്ടിവിറ്റി എന്നത് നോട്ട് ഇൻ എ വൺ ഡേ, ഇത് മേ ബി മന്ത്സ് എടുക്കാം ഈ ഇന്റഗ്രേഷൻ ആവാനായിട്ട്. So once the therapist say like, yeah, he is ready, അവൻ എന്റെ കൂടെ സെഷൻസിൽ ഫിംഗർ പെയിന്റ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ ഹീസ് കംഫർട്ടബിൾ സീയിങ് ദ പെയിന്റ്, ഹീസ് കംഫർട്ടബിൾ ഡൂയിങ് ദ പെയിന്റ് ചെയ്തു തുടങ്ങി. ഓരോ പ്രാവശ്യം പുള്ളി ഇതിന് ചെയ്യാനായിട്ട് പുള്ളി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുള്ളി ഓക്കെ റെഡി, കുഴപ്പമില്ല, ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ തൊട്ട് ഇങ്ങനെ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് തൊട്ടിട്ട് ഇങ്ങനെ മേത്തൊക്കെ തുടങ്ങിയാള് ഓക്കെ, ഗുഡ് ട്രൈയിങ്, നന്നായി ചെയ്തല്ലോ, കണ്ടോ ഇത്രയേ ഉള്ളൂ, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നമ്മ ഒന്നും ഇല്ലാതെ ഞാൻ മാം ചെയ്യുന്നില്ല അതുപോലെ ചെയ്താന്ന് പറഞ്ഞ് യു ഹാവ് ടു മോട്ടിവേറ്റ് ഹിം ഓർ ഹെർ. Motivate and reinforce. That is the best thing which you can do to introduce the child to something new. So once the child start doing finger painting, the teachers can take it up. Teachers can take it up and they can do it in the classroom. അല്ലാതെ നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരു കുഞ്ഞിനെ ഞാൻ ഫോഴ്സ്ഫുള്ളി എന്റെ വിരൽ കൊണ്ട് കൈവച്ച് പെയിന്റിൽ മുക്കി ചുമരിലോ അല്ലെങ്കിൽ പേപ്പറിലോ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ that doesn't work. The same thing what speech therapists can help you is with social stories. Social stories about painting, it's not harmful, ഇത് ഇത്രയേ ഉള്ളൂ, you can make colors and this and that. Other cognitively smart ആയ കുട്ടികൾക്ക് you can help us with these kind of stuff. So this is the way you will integrate. ഇത് ടാക്ടൈലിന്റെ കാര്യം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വിങ്ങിനും proprioceptive activitiesനും എല്ലാം തന്നെയും ഗ്രേഡിംഗ് ഉണ്ട്. ഡിപ്പെൻസ് ഓൺ ദ ചൈൽഡ്സ് കപ്പാസിറ്റി,
depends on the child's sensory profile. Every activity has to be modified and every activity has to be different. So one thing doesn't fit for everyone. Our policy, especially in the case of rehabilitation, doesn't work out. So that's it from my side. And lastly, it's about sensory regulation. Once the child is regulated, the child will give you നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ regulated ആയതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫങ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. And if the same thing happens to the child, once he's regulated, he'll give you the best performances, and you can bring out colors from the children. One thing. And sensory diet is something which is very effective in classrooms as well as in the house. Your special need, your occupational therapist can do a sensory diet for the particular child, and you can introduce the sensory diet in the classrooms and also recommend the same to the parents. സെൻസറി ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 1 ഡേയിൽ ആ കുട്ടിയുടെ എന്താ പറയാ റുട്ടീൻസിനിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന സെൻസറി പ്ലേസ് എവിടെയൊക്കെ എത്ര നേരം കഴിയുമ്പോൾ ഒരു ഇച്ചിരി അവൻ ഫിസിക്കൽ ഗെയിം ചെയ്യണം, എത്ര നേരം കഴിയുമ്പോൾ ഒരു ഇച്ചിരി ഓടണം, അല്ലെങ്കിൽ എത്ര നേരം കഴിയുമ്പോൾ ഒരു ഇച്ചിരി ടാക്ടൈൽ ഗെയിം ചെയ്യണം എന്നുള്ള അത് യുവർ സ്പെഷ്യൽ എന്താ പറയാ ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിന് സ്റ്റാർട്ട് ചെയ്ത് തരാൻ പറ്റും. സോ ആ കുട്ടി ഫോർ എക്സാമ്പിൾ എണീക്കുമ്പോൾ ഹി ഹാവ് ടു ഗോ ഫോർ എ മസാജ്, ഒരു മസാജ് ചെയ്തിട്ട് എണീക്കുമ്പോൾ ഹീൽ ഫീൽ മച്ച് ബെറ്റർ ദാൻ അവനെ പുഷ് ചെയ്ത് എണീപ്പിക്കുക. ആൻഡ് കമ്മിങ് ടു ദ ക്ലാസ് റൂം, മോർണിംഗിൽ പുള്ളി ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് തന്നെ സോ ഒരു 1 hour കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ലെറ്റ് ദം ഡു എ മൂവ്മെന്റ് ബേസ്ഡ് ഗെയിം കൊടുക്കുക. ആൻഡ് ദെൻ സിറ്റ് ബാക്ക്, വീണ്ടും പഠിക്കുക അല്ലെങ്കിൽ സിറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുക. അഗൈൻ ഒരു 15 minutes 20 minutes കഴിയുമ്പോൾ ഒരു ചെറിയ ജമ്പിങ് ആക്ടിവിറ്റി. അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അഗൈൻ ഫോർ 1 hour കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ദേ കെൻ ഗോ ഫോർ സം ടാക്ടൈൽ പ്ലേ, കളിക്കാം, ടാക്ടൈൽ കൊണ്ട് കളിക്കാം, സെൻസറി ബിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ കരിക്കുലത്തിൽ വരുത്താൻ പറ്റുന്ന ചേഞ്ചസ് ആണ്, ക്ലാസ് റൂമിൽ വരുത്താൻ പറ്റുന്ന ചേഞ്ചസ് ആണ്. സോ ഇത് ചെയ്യാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ലൈക്ക് വീണ്ടും അഗൈൻ ഗോയിങ് ബാക്ക് ടു ദ ലേണിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ട് വീഡിയോസിലൂടെ ലേൺ ചെയ്യുന്ന വീഡിയോ ലേണിംഗ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള ഒരു ഫ്രം ദ മോർണിംഗ് ടിൽ ബാക്ക് ടു ദ ബെഡ് ഈ ടൈം വരെയും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻസറി ഗെയിംസ് നമുക്ക് പ്ലേസ് ചെയ്യാം ഓരോരുത്തർ. അതിനെയാണ് സെൻസറി ഡയറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സംതിങ് ലൈക്ക് ദ ഡയറ്റ് ആക്ച്വലി റെക്കമെൻഡഡ് ടു ദ ചൈൽഡ് ടു മേക്ക് ഹിംസെൽഫ് റെഗുലേറ്റഡ്. സോ ഈ ഗെയിംസ്, ഈ സെൻസറി ഡയറ്റ് നിങ്ങൾക്ക് പേരൻസിനും റെക്കമെൻഡ് ചെയ്യാം. ഈ സംഭവങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യണം. അവനെ മണ്ണിൽ കളിക്കാൻ കൊണ്ടുപോകണം, അവിടെ ഇന്നടത്ത് കൊണ്ടുപോകണം, these things. So this will also help the child to regulate much better. So I think I almost take up a lot of time of you guys. എന്തെങ്കിലും if you want to ask me, please go ahead. I'm done with it. മാഡം, നമ്മൾ ഈ സെൻസറി ഡയറ്റിലെ സീക്കിങ്ങും അവേഴ്സീവ് ആയിട്ടുള്ള 2 കൂട്ടർക്കും കൊടുക്കുന്ന പ്രോഗ്രാമിന് സെൻസറി ഡയറ്റ് എന്ന് നമ്മൾ പറയൂ അല്ലെ? എങ്ങനെയാണത്? അതെ മാം. സെൻസറി ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ചൈൽഡ് എ, ആ ചൈൽഡ് എ ചില പർട്ടിക്കുലർ കാര്യങ്ങളിൽ ഇപ്പം വിഷ്വലി സീക്കിംഗ് ബിഹേവിയർ ആയിരിക്കും, പ്രോപ്രിയോസെപ്റ്റീവ് സീക്കിംഗ് ബിഹേവിയർ ആയിരിക്കും, വെസ്റ്റിബുലർ ഇഷ്ടമേ അല്ലാത്ത കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ സീക്കിംഗ് ബിഹേവിയർ ആയിരിക്കാം. അങ്ങനെ ഒരു കുട്ടി, ആ കുട്ടി ആയിരിക്കില്ല ദ ചൈൽഡ് ബി. ഇവർക്ക് 2 പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ ഒരു സെൻസറി ഡയറ്റിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ, 1 doesn't fit for all. ആ പ്രോഗ്രാം നടക്കില്ല. ചിലപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഇന്റൻസിറ്റിയിലുള്ള സെൻസറി മറ്റേ ആൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് വളരെ ലോ ലെവലിലുള്ള സെൻസറി ആയിരിക്കും ആവശ്യം. സോ അവർക്ക് അവേർഷൻ ആണുള്ളത്. അപ്പൊ ആ അവേർഷൻ മാറി അവൻ ഇന്റഗ്രേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സെൻസറി ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. സോ എവറിഥിങ് വിൽ ബി ഡിഫറെന്റ്. ഇത് എല്ലാം 1 will not be the same for another child. എല്ലാം ഡിഫറെന്റ് ആയിരിക്കും അവരുടെ സെൻസറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. യെസ് മാം. യെസ്, ക്ലിയർലി. നമ്മൾ ഈ മെസ്സി പ്ലേക്ക് പിന്നെ അവരെ കൊണ്ട് തന്നെ ഒരു ഉത്തരവാദിത്തം കൊടുത്തു, അതായത് നമ്മൾ കൂടി ക്ലീൻ ചെയ്യാനായിട്ട് സോ വി ക്യാൻ ഇൻക്ലൂഡ് ദം ഓൾസോ. One thing which I want to say is even നമ്മൾ അത് ജമില മാം പറഞ്ഞത് ഒരു വാലിഡ് പോയിന്റ് ആണ്. ബിക്കോസ് മെസ്സി ആക്കിയാൽ പോരാ, അത് ക്ലീൻ ചെയ്യാനും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞങ്ങൾ അത് ചെയ്യിക്കും. ഐ മിസ് ടു സേ ദാറ്റ്. സോ എങ്ങനെയാ ഒരു മെസ്സി പ്ലേ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, സോ റൈസ് പ്രിപ്പയർ ചെയ്യുന്ന തൊട്ട് നമ്മള് കുട്ടികളുടെ ഏജിനെ കൂടെ ബേസ് ചെയ്തിട്ടാണ്. കൊച്ചു കുട്ടികൾ, അതായത് ബിലോ 4 years ആണെങ്കിൽ ദേ മേ നോട്ട് ബി ഏബിൾ ടു ഡു ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ അതേസമയം കോഗ്നറ്റീവ്ലി നല്ല സ്മാർട്ട് ആണ്, അതായത് പറയുന്ന കാര്യങ്ങൾ നല്ലോണം മനസ്സിലാവുന്ന കോഗ്നറ്റീവ്ലി സ്മാർട്ടായ കുട്ടികൾക്കാണെങ്കിൽ ദേ ഫോളോ ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളെ മെസ്സി പ്ലേ ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യാനും ഞങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാല് ബിന്നു കൊണ്ടുവരുമ്പോ ഓക്കെ കമോൺ
cognitively smart ആയ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉള്ള കുട്ടിയാണെങ്കിൽ കം ലെറ്റ് സ്കൂപ്പ് ഇൻ ദ റൈസ് മിക്സ് ചെയ്യൂ, റൈസ് എടുത്തിടൂ, ആൻഡ് ദെൻ ലെറ്റ്സ് ആഡ് അപ്പ് കളേഴ്സ് ഗ്ലൗസസ് ഇട്ടിട്ട് കളേഴ്സ് മിക്സ് ചെയ്യിക്കാറുണ്ട്. അവരുടെ സ്പൂൺസ് കൊണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ ഒത്തിരി പേര് ഇരുന്ന് 2-3 പേര് ഇരുത്തി കളേഴ്സ് മിക്സ് ചെയ്യിക്കാറുണ്ട്. ആൻഡ് ദെൻ കളേഴ്സ് ഇപ്പൊ വേറെ കളർ, ഫോർ എക്സാമ്പിൾ ഈ കുട്ടിക്ക് റെഡ് ആണ്, ഈ കുട്ടി ഗ്രീൻ ആണ്, അവരുടെ ചോയ്സിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഡു ഇറ്റ് വാട്ട് എവർ യു വാണ്ട്, മിക്സ് ഇറ്റ്. ആൻഡ് ദെൻ ഈ സാധനം ക്ലാസ്സിലേക്ക് എടുത്തുകൊണ്ട് വരുന്നതും ഇവരെ കൊണ്ട് തന്നെ ഞങ്ങൾ പിടിച്ചെടുപ്പിച്ചുകൊണ്ട് വരും. ഐ വിൽ ഓൾസോ ബി എ പാർട്ട്, പക്ഷെ അവരും ഞങ്ങളുടെ കൂടെ തന്നെ ഈ സാധനം എടുത്ത് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദ പ്ലേ കഴിഞ്ഞതിന് ശേഷം വി വിൽ ക്ലീൻ അപ്പ് ചെയ്യുമ്പോൾ ചില കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് വളരെ പൂരായിരിക്കും. അപ്പൊ കൈ കൊണ്ട് കോരി ചിലപ്പോൾ അവർ ഇടുമായിരിക്കും, വിരൽ കൊണ്ട് പിക്ക് ചെയ്തിടുന്ന ആളുകളുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് ക്ലാസ് റൂം തിരിച്ച് ബാക്ക് ടു ദ ഷേപ്പ് ആക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ട്. ചെയർസ് എടുത്ത്, എന്റെ സ്കൂളിൽ എന്റെ നഴ്സറിയാണ്, അവിടെ വർക്ക് ചെയ്യുന്ന അവിടെയുള്ള കുട്ടികൾ ബിലോ 7 years ആണ്. സോ അതുകൊണ്ട് ദി കാൻ ഡു മച്ച് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാറില്ല. ദെൻ ചെയർസ് മൂവ് ചെയ്തിടാൻ, ടേബിൾസ് പുഷ് ചെയ്ത് ബാക്കിലോട്ട് ഇടാനൊക്കെ കപ്പാസിറ്റി ഉള്ള ഫിസിക്കലിയും കോഗ്നിറ്റീവലിയും കഴിയുന്ന കുട്ടികളെ കൊണ്ട് ഞങ്ങൾ അത് ചെയ്യിക്കാറുണ്ട്. ക്ലാസ് റൂം ക്ലീൻ അപ്പ് ചെയ്യിക്കാറുണ്ട്, മോപ്പ് ചെയ്യിക്കാറുണ്ട്. അതുപോലെ ബ്രഷ് വെച്ചിട്ട് ബ്രൂംസ്റ്റിക് അല്ല, ബ്രഷ് ആണ് അവിടെ, ബ്രഷ് വെച്ചിട്ട് ഞങ്ങൾ ഈ ഡസ്റ്റ് പാനിലേക്ക് ഈ സാധനങ്ങൾ ഇടിയിക്കാറുണ്ട്. ആൻഡ് വി വിൽ മേക്ക് ദം ഡു എവറി സിംഗിൾ തിങ്. സോ അപ്പോഴാണ് കുട്ടികൾക്ക് ഓക്കെ, ഞാൻ മെസ്സി ആക്കിയ പോരാ, ഐ ഹാവ് ടു ക്ലീൻ അപ്പ് ഓൾസോ. ഇത് ഒരു മെസ്സിപ്പിൾ ഞാൻ റൈസിനെ കുറിച്ചാണ് പറഞ്ഞത്. സെയിം തിങ് വി കൻ പ്ലേ വിത്ത് ബിൽഡിംഗ് ബ്ലോക്സ്. കുഞ്ഞു ബിൽഡിംഗ് ബ്ലോക്സിനെ കൊണ്ട് തന്നെ കളിച്ചിട്ട് അതിനെ വീണ്ടും ക്ലീൻ അപ്പ് ചെയ്യിക്കുന്നത് അവരുടെ ജോബാണ്. ദേ ഹാവ് ടു ഡു ദ ക്ലീൻ. സോ അതിന് ഞങ്ങൾക്ക് ഒരു സോങ് തന്നെയുണ്ട്, ക്ലീൻ അപ്പ് എവറിബഡി ഡു യുവർ പാർട്ട് എന്ന് പറഞ്ഞൊരു സോങ് പാടിയിട്ട് എല്ലാവരും ക്ലീൻ അപ്പ് ചെയ്യും. സോ ദിസ് മേക്സ് മോർ ഗ്രൂപ്പ് കൊഹസീവ്നെസ് ഇംപ്രൂവ് ചെയ്യും, ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഇംപ്രൂവ് ചെയ്യും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ അവരെ ഇതാക്കും. പിന്നെ അതുപോലെ വെയിറ്റിംഗ് ഫോർ ടേൺസ് ഇംപ്രൂവ് ചെയ്യും. ഇത് ബേസിക്കലി മെസ്സി പ്ലേ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് മോർ ഫൺ ഓൾസോ. നേരത്തെ പറഞ്ഞതുപോലെ basically children has to play and enjoy and adapt and explore, and from that they have to learn. So I hope I'm clear. Yes, madam. It's very clear Yes, and a ma'am. very wonderful session. I hope that it is benefited to all the participants. Yeah, I Okay, hope thank to, you so much. because Yeah, thank you so much. if it was a ഓഫ്ലൈൻ ആയിട്ടുള്ള സെഷൻ ആയിരുന്നുവെങ്കിൽ Yeah, ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗെയിംസും യു വുഡ് ഹാവ് ബീൻ ഡൺ ഇൻ ദ സെഷൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കനോട്ട് ഡു ദാറ്റ്. ഇതൊരു തിയറി ബേസ്ഡ് സെഷൻസ് അല്ല. സോ ഐ നോ ദാറ്റ് occupational therapists who are there in the group, they understood more because ഞങ്ങളുടെ ടേംസും ഇതൊക്കെ അവർക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. ഇറ്റ്സ് മോർ ഫോർ ദ ക്ലാസ് റൂം അഡാപ്റ്റേഷൻ ആൻഡ് ദ ടീച്ചേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തിയറി പാർട്ട് അവോയ്ഡ് ചെയ്തിട്ട് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചത്. So anytime if you guys want to talk to me or to discuss something with me, please, I'm there. Mr. Nadir, he has my contact details. You can contact him, and madam, anytime you can get back to us. So I hope we are Sure. done here. Anything else? Anyone? Moderation team, please. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. I really wish to see every one of you like once I'm back. And sure item, I'll come down and we'll see. We'll do a practical session. We'll make a fun session. Adoru more like you'll see the sensory activities on person. And I can send you some of the videos also or the YouTube links. നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ അതിനെ കുറിച്ച് ക്ലിയർ ഐഡിയ കിട്ടും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത്. So that makes it more effective for every one of you. I hope that you can practice them with your children in the classrooms as well as in the sessions. Even in PT sessions, you can involve these kind of games. It will be very wonderful. Hello, ma'am. Yes, please. Yes, Miss Ashwati. May I audible? Parayyu. Yes, please. Parnolu. Ma'am, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ഡൗട്ടാണ്. ചോദിച്ചോട്ടെ? പറയൂ മോളെ. ഓക്കെ. ഒരു ഗേൾ, ഒരു 13 year ആണ് ഗേൾ ഏജ് വരുന്നത്. ഡയഗ്നോസിസ് വരുന്നത് ID ആണ്, ഒരു മൈൽഡ് ID ഉള്ള കുട്ടിയാണ്. അപ്പം അവൾ കണ്ടുവരുന്ന ഒരു ബിഹേവിയർ ആണ്, ഞാനത് പറയാം. ഈ ചില ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട്, എസ്പെഷ്യലി കോംബ്, അതൊക്കെ ഈ കയ്യിൽ ടൈറ്റ്ലി
പ്രസ് ചെയ്തിട്ട് അതിന്റെ ഷേപ്സ് ശരീരത്തിൽ ഉണ്ടാക്കുന്നു ഈ കുട്ടി. എന്നിട്ട് അത് എൻജോയ് ചെയ്യാണ് ആ കുട്ടി ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ട് ഇപ്പം വീട്ടിലാണ് ഈ ബിഹേവിയർ കാണിക്കുന്നത്. മെയിൻ ആയിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് ആണ്, അതായത് കോമ്പ്, പിന്നെ എന്തെങ്കിലും ലൈക്ക് ഇരുമ്പിന്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ടൈറ്റ്ലി പ്രസ് ചെയ്യുന്നു, ആ ഷേപ്പ് കയ്യിൽ ഉണ്ടാക്കിയിട്ട് കുട്ടി ഒന്ന് നോക്കുന്നു. അപ്പം എനിക്ക് അറിയേണ്ടത് ഈ ഒരു ബിഹേവിയർ ആക്ച്വലി ഇതിന്റെ സെൻസറി പാർട്ട് എത്രത്തോളം ഉണ്ട്, ഇതൊരു ടാക്ടൈൽ സീക്കിംഗ് ആണോ, ഇതിൽ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് ആണ്. ഇപ്പൊ മോളുടെ വയസ്സ് എത്രയാണ്? How old is she? കറക്റ്റ്ലി പറയുകയാണെങ്കിൽ 13.5 years. 13.5 years. Okay. അശ്വതി, ഇപ്പൊ ആ മോള് ചെയ്ത ആക്ടിവിറ്റി ലൈക്ക് ഈ ഒരു ഒറ്റ ആക്ടിവിറ്റി കൊണ്ട് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല പുള്ളിക്കാരി സീക്കർ ആണോ അവോയ്ഡന്റ് ആണോ എന്ന്. കാരണം ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ബിഹേവിയർ കൊണ്ട് മാത്രം നമുക്ക് ആ കുട്ടിയുടെ സെൻസറി സീക്കിംഗ് പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ പ്ലേ ആയിരിക്കാം, ചിലപ്പോൾ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആ കുട്ടി സീക്കിംഗ് ബിഹേവിയർ ആണോ അവോയ്ഡന്റ് ബിഹേവിയർ ആണോ ചെയ്യുന്നതെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഈ ആക്ടിവിറ്റി മോർ ലൈക്ക് പ്രോപ്രിയോസെപ്ഷന് വേണ്ടിയിട്ടും ടാക്ടൈലിന് വേണ്ടിയിട്ടും ഉള്ളതാണ്. സോ നമ്മളൊരു സാധനം കയ്യിൽ സ്ക്യൂസ് ചെയ്ത് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല സ്ക്യൂസ് ചെയ്യുമ്പോൾ you will get that pressure, ഒരു tight feeling വരില്ലേ, that is a proprioceptive sense. Along with that, she feels tactile also. Okay. And കണ്ടുപിടിച്ചപ്പോ ചെയ്തു തുടങ്ങിയപ്പോ it could be just a sensory game. ഒരു സെൻസറി കളി മാത്രമേ ആയിരുന്നുള്ളൂ. But what happened, it has never been tackled. അതിനെ നമ്മൾ അതിനെ ചാനലൈസ് ചെയ്തു. സോ ഇത്രയും ടൈമിനുള്ളിൽ ഷീ ഡെവലപ്ഡ് ഇറ്റ് ഇൻടു എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ്, ഒരു ഇഷ്ടം, അതിനോടൊരു ഇൻട്രസ്റ്റ്. ഷീ made it as a behavior. Okay, it's more like a sensory habit turned out to a behavior, like more എന്താ പറയാ fun. Is it clear, Ashwati? Yes ma'am, clear. Yeah, so what happens is നമ്മൾ എപ്പോഴും പറയും കുട്ടി സീക്ക് ചെയ്യുന്നു അതുകൊണ്ട് അതിനെ മാറ്റണം, കുട്ടി അങ്ങോട്ട് നോക്കുന്നു അതിനെ മാറ്റണം, ആ ഹാബിറ്റ് കൊള്ളില്ല എന്നുള്ളത്. ബട്ട് ആക്ച്വലി സംടൈംസ് ദീസ് കൈൻഡ് ഓഫ് ബിഹേവിയർ ആർ സെൽഫ് സ്റ്റിമ്മിങ് ബിഹേവിയർ. നമ്മൾ അറിഞ്ഞില്ലേ നേരത്തെ, നമ്മൾ കാലിങ്ങനെ ആട്ടുക അല്ലെങ്കിൽ കയ്യിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് പെണ്ണ് കടിക്കുക, കയ്യിൽ എന്തെങ്കിലും നമ്മൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുക, കർഷിപ്പിക്കുക, അത് സെൽഫ് റെഗുലേറ്റ് നമ്മളായിട്ട് ചെയ്യുന്ന സംഭവമാണ്. സോ ഇതുപോലത്തെ സെൽഫ് സ്റ്റിമ്മിങ് ബിഹേവിയർ സ്വന്തമായിട്ട് കുട്ടികള് സെൽഫ് സ്റ്റിം ചെയ്ത് സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ ചില ടൈമിൽ കുട്ടികൾ യൂസ് ചെയ്യാറുണ്ട്. സോ അത് ആ കുട്ടീനെ ഫിസിക്കലി ഹാം ചെയ്യുന്നില്ല എങ്കിൽ അതിനെ എന്താ പറയാ, അത് ഈ ഒരു ഹാബിറ്റ് മറ്റൊരാളെ ഫിസിക്കലി ഹാം ചെയ്യുന്നില്ല, സ്വന്തമായിട്ടും കുട്ടിക്ക് അത് ഉപദ്രവമില്ല എന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. മനസ്സിലായോ? ബിക്കോസ് ബാക്കി കാര്യങ്ങളിനെ അത് എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെ വിയർ ചെയ്യുന്നത് കൊണ്ട് ഷീസ് മേക്കിംഗ് ബ്രൂസസ്, അവിടെ എന്താ പറയാ മുറിവുണ്ടാക്കുകയാണ്. ഈവൻ ഇഫ് ഇറ്റ്സ് യൂസ് ലൈക്ക് നൈഫോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം വെച്ചാണ് പുള്ളിക്കാരി ചെയ്യുന്നത്, ഇറ്റ്സ് ബ്രൂസസ് വരുന്നു, അത് ഹേർട്ട്ഫുൾ ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി യെസ്, യു ഹാവ് ടു ലൈക്ക് എന്താ പറയാ, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, യു ഹാവ് ടു ചേഞ്ച് ദ ബിഹേവിയർ. ബട്ട് അൺലെസ് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്, അത് കുട്ടീനെ ഹേർട്ട്ഫുൾ ആക്കുന്നില്ല, ഇറ്റ്സ് നോട്ട് ഹേർട്ടിങ് someone else, then I don't think you have to എന്താ പറയുക ഗിവ് മച്ച് മോർ ഇമ്പോർട്ടൻസ് ടു ഇറ്റ്. വേറൊരു ബിഹേവിയർ ഇതുപോലെ തന്നെ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സാധനം കിട്ടിക്കഴിയുമ്പോൾ പുള്ളിക്കാരി ഓട്ടോമാറ്റിക്കലി ഇത് ചാനലൈസ് ആയിക്കോളും. She will divert herself, or you can introduce some activity which can divert this behavior to something else. For example, പുള്ളിക്കാരിക്ക് അത് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ ഫിജിറ്റ്സ് ഉണ്ടല്ലോ, ഫിംഗർ ഫിജിറ്റ്സ്, യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ഫിംഗർ ഫിജിറ്റ്സ്. അതായത് ഇപ്പൊ ഈ റുബിക്സ് ക്യൂബ് ഒരു ഫിംഗർ ഫിജിറ്റ് ആണ്. അപ്പൊ ഇത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഫിംഗർ ഫിജിറ്റ്സ് ആണ്. അതായത് തിരിക്കാൻ വളരെ പാടാണ്, നല്ല ബലം കൊടുത്ത് വേണം തിരിക്കാൻ. സോ ആ പ്രോപ്രിയോസെപ്റ്റീവ് സെൻസ് ഇതിൽ വരും. മനസ്സിലായോ ഞാൻ പറഞ്ഞത് അശ്വതിക്ക്? സിമിലർ ആയിട്ടുള്ള സെൻസറി ഫീഡ്ബാക്ക് കിട്ടുന്ന വേറൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കൂ. then maybe she will change it. Okay, ട്രൈ ആൻഡ് സീ ചെയ്ത് നോക്ക്. കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഹാർഡ് പ്ലേഡ് ആവില്ല, നല്ല കട്ടിയില്ല. അതായത് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ക്ലേ എന്ന് പറയുന്ന സാധനമുണ്ട്, കളർഫുൾ ക്ലേസ് ഉണ്ട്, എഡിബിൾ ക്ലേസും കിട്ടും അല്ലാതെയും കിട്ടും. അത് സ്ക്യൂസ് ചെയ്യാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ അതിനകത്തേക്ക് പുള്ളിക്കാരുടെ എഫേർട്ട് കംപ്ലീറ്റ് ഇടും. അപ്പൊ ഈ ഹാബിറ്റ് ഈ എന്റർടൈൻമെന്റിന്റെ പാട്ട് വിട്ടിട്ട് ബാക്കിയെല്ലാം റെഡ്യൂസ് ആവും. She will divert herself. I hope I'm like answering you.
യെസ് മാം. അപ്പം എനിക്ക് ഒരു ഡൗട്ട് വരുന്നത്, അപ്പൊ ഈ ഒരു ഏജിൽ നമ്മളിപ്പം ഈ കുട്ടീനെ സെൻസറി ഇന്റഗ്രേഷന്റെയോ അല്ലെങ്കിൽ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിയുടെയോ ഒരു ആവശ്യം ഇല്ല എന്നാണോ? നമ്മൾ ഈ രീതിയിൽ ഇതിനെ മാം ഇപ്പൊ പറഞ്ഞ രീതിയിൽ മാനേജ് ചെയ്താൽ മതിയോ? അല്ല, എങ്ങനെയാന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ കുട്ടിക്ക് ബേസിക്കലി സ്പീക്കിംഗ് ബൈ ദ ഏജ് ഓഫ് 5 to 8 കുട്ടികളുടെ ഒരു ബിഹേവിയേഴ്സ് ഓൾറെഡി അവരുടെ ലേണിംഗ് അവരുടെ പാറ്റേൺസ് എല്ലാം ഓൾറെഡി ദേ ആർ തെറ വിത്ത് ഇറ്റ്. ഒരു പാറ്റേൺ ഓൾറെഡി അവർ ഉണ്ടാക്കിയെടുത്തു. ആഫ്റ്റർ ദ ഏജ് ഓഫ് 8 ഇറ്റ്സ് വെരി ഹാർഡ് ടു ചേഞ്ച്. വളരെ വലുതായി കുട്ടികളുടെ ബിഹേവിയേഴ്സ് മാറ്റിയെടുക്കാൻ നമുക്ക് വളരെ പാടാണ്. ബിക്കോസ് അവർക്ക് ഓൾറെഡി ഒരു പാറ്റേൺ ഓൾറെഡി അവർ പഠിച്ചു കഴിഞ്ഞു. സോ ആ കുട്ടികളിലും സെൻസറി എന്താ പറയാ പഠിച്ചു കഴിഞ്ഞു, ഓൾറെഡി ദേ ഹാവ് എ പാറ്റേൺ. സോ അവർക്കും നമ്മൾ സെൻസറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ വളരെ എന്താ പറയാ ഡിഫറൻസസ് ഉണ്ടാവും. ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി അത്രയും പ്രോഗ്രസീവ് ആയിരിക്കില്ല. ബിക്കോസ് കുഞ്ഞു കുട്ടികളിൽ ഇറ്റ്സ് വെരി ഈസി ടു ചേഞ്ച്. ഇങ്ങനെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവർ ചേഞ്ച് ആവും. പക്ഷെ നോട്ട് ഫോർ ദ ബിഗർ കിഡ്സ്. അവർക്ക് ഓൾറെഡി ബിഹേവിയർ എന്നൊരു ആസ്പെക്റ്റും അവരുടെ പാറ്റേൺ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇറ്റ്സ് എ ബിറ്റ് ഹാർഡ് ടു ചേഞ്ച്. ബട്ട് യെസ്, there is changes. You can introduce them, you can try and make them do. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് സെൽഫ് അനലൈസ് ചെയ്ത് നോക്കൂ. It's a bit എന്താ പറയാ പ്രോഗ്രസ്, നമ്മൾ പറയില്ലേ പ്രോഗ്രസ് വിൽ ബി എ ബിറ്റ് ലോ, ബിറ്റ് സ്ലോ. Okay ma'am, clear ma'am. Thank you very much. Yes dear. Anyone else? താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ അശ്വതി പറഞ്ഞൊരു പോയിന്റ് ഞാനൊന്നും കൂടെ ഒന്ന് ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്. നമ്മളെ ക്ലാസ് റൂംസ് മോഡിഫിക്കേഷൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. നമ്മൾ കുറ്റ്യാടി സെന്ററിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ പിള്ളേർക്കൊക്കെ ക്ലാസ്സിലിരിക്കാൻ കുറച്ചൊരു ഹൈപ്പർ ആക്ടിവിറ്റി, ടീച്ചേഴ്സിന് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞപ്പം ഇപ്പൊ മാം പറഞ്ഞ പോലെ കുറെ കൂടി ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉള്ള ഒരു ക്ലാസ് റൂം പ്ലാൻ ചെയ്യാന്നായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. അപ്പൊ അന്നൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തപ്പം അവിടുത്തെ ഒട്ടീസ് ഒരു കൺസേൺ പറഞ്ഞത്, മാം ഇവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മളൊരു സെൻസറി ഇന്റഗ്രേറ്റഡ് പ്ലേനുള്ള ഒരു ഏജ് ഗ്രൂപ്പ് അല്ലല്ലോ എന്നുള്ളതാ. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാമെന്നാണ് മാം പറയുന്നത് അല്ലേ? അതെ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5 വർഷമായിട്ട് തെറപ്പി, സെൻസറി ഇന്റഗ്രേറ്റഡ് തെറപ്പി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് ഈ 13 വയസ്സിലും ബിഹേവിയർ ചേഞ്ച് ചെയ്യാതെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് അല്ലെ. പക്ഷെ ഇതുവരെയും സെൻസറി ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇറ്റ്സ് വർത്ത് എ ട്രൈ and see. പക്ഷെ ഒരു പ്രോഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി സ്ലോ പ്രോഗ്രസ്. ഒരു 10 years പ്ലസ് ആയിട്ട് കുട്ടികൾ സെൻസറി ബേസ്ഡ് കൊണ്ട് like group sessions sensory integration ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ഇറ്റ്സ് മോർ ഫൺ അഡാപ്റ്റേഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് സെൻസസിൽ ചെയ്യുന്നത്. പക്ഷെ അതേസമയം 1-on-1 സെഷൻസിൽ യു ക്യാൻ ഡു ഇറ്റ് മച്ച് മോർ എഫക്റ്റീവ് ഫോർ ഈ ഹയർ ഗ്രൂപ്പ് ഓഫ് ഏജ്. Jasna, is it clear? Yes ma'am, it's clear. Yeah. Thank you. So it's worth it, right? നിങ്ങൾ ഇപ്പൊ അതുപോലെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ what you can introduce is like movement based therapy. Basically speaking, make them work hard, make them move. അതായത് എന്താ പറയാ സെൻസറി ബ്രേക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ മോർണിംഗ് 9 to 3:30 വരെ നിങ്ങൾക്ക് സെഷൻസ് ഉണ്ട്, ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിന് ഇടയിൽ 40 minutes അല്ലെങ്കിൽ 35 minutes ആണ് നിങ്ങളുടെ ക്ലാസ് എങ്കിൽ 30 minutes മതി. ആ 5 minutes ഈ ടീച്ചർ സെയിം ടീച്ചറിന് തന്നെ, അല്ലെങ്കിൽ 30 minutes അല്ല ഞാൻ പറയുന്നത്, ഒരു 25 minutes ശേഷം അത്രയും മതി ക്ലാസ്. ഈ 25 minutes ഇടയ്ക്ക് ഷീ കുഡ് ഇൻട്രൊഡ്യൂസ് മൂവ്മെന്റ്സ് ഇൻ ദ ക്ലാസ്. അതായത് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ പോലെ വേറൊരെണ്ണമാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഒരു ബോൾ എന്ന് പറയുന്ന സാധനത്തെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. യു ആർ ടീച്ചിങ് അബൌട്ട് എ ബോൾ. ഒരു ബോളിനെ കുറിച്ച് അല്ലെങ്കിൽ ബോളിനെ ദിസ് ഇസ് ബോൾ എന്ന കോൺസെപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത് എന്ന് വെക്കുക. കീപ് ഇറ്റ് സിമ്പിൾ. സോ ഐ എം ഇൻട്രൊഡ്യൂസിങ് ദ ബോൾ. ഒരു പിക്ചർ കാണിച്ചിട്ട് ബോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം യു മേക്ക് ദം പ്ലേ വിത്ത് ദ ബോൾ ഇൻ ദ ക്ലാസ് റൂമിൽ തിങ്സ് എല്ലാം പതുക്കെ ഒതുക്കി മാറ്റി വിട്ടതിന് ശേഷം അവരെ കൊണ്ട് തന്നെ മൂവ് ചെയ്യിച്ച് ലെറ്റ്സ് ഡു ദ പ്ലേ ടൈം. സോ യുവർ തീം ഇസ് ബോൾ. ബോളിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. മേക്ക് ദം മൂവ് അറൌണ്ട്. ബോൾ കിക്കിംഗ് ചെയ്യട്ടെ, ബോൾ ബാറ്റിംഗ് ചെയ്യട്ടെ, ബോൾ ത്രോ ആൻഡ് ക്യാച്ച് ചെയ്യട്ടെ, ബോൾ പാസിംഗ് ചെയ്യട്ടെ. സോ ഈ ഗെയിംസ് എല്ലാം നിങ്ങൾ ക്ലാസ് റൂമിൽ തന്നെ ചെയ്യാം. ഇതെല്ലാം so everybody gets back to the chair. So let them sit for another ചെയ്യാൻ പാടില്ല. പകരം what you can 10 minutes ചെയ്ത് കഴിഞ്ഞിട്ട് 10 minutes ബോളിന്റെ സ്പെല്ലിംഗ് ആയിരിക്കും ടീച്ചർ പഠിപ്പിക്കുന്നത്. BALL ബോൾ.
അപ്പൊ ഈ ബോളിന്റെ സ്പെല്ലിംഗ് ആണ് നെക്സ്റ്റ്. നമ്മൾ ബോളിനെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ബൈ പാസിംഗ് ദ ഗെയിം ഓർ ത്രോ ആൻഡ് ക്യാച്ചിലൂടെ ബോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നൗ വി ആർ ടീച്ചിങ് ദ സ്പെല്ലിംഗ്. സോ സ്പെല്ലിംഗ് ചെയ്യുന്ന സമയത്ത് വി ആർ മേക്കിംഗ് BALL. ഈ റൗണ്ടിന്റെ അല്ലെങ്കിൽ സെമി സർക്കിളിന്റെ ഇടയിൽ യു ആർ പുട്ടിംഗ് ദ ബിഗ് ലെറ്റർ ഓഫ് BALL. Ball. ഓരോ കുട്ടിക്കും they have a chance to jump on every letter. Think about it. So 5 minutes അവർ ഇരുന്ന് ബോളിന്റെ സ്പെല്ലിങ്ങിനെ കുറിച്ച് ടീച്ചർ പറയുന്നത് അവർ കേട്ടു. Then they are coming to the activity. Activity is like they jump to B, jump to A, jump to L, jump to L and go back to the chair. Okay? So every child, 10 children ഉണ്ടെന്ന് വെക്കുക. So 10 children get a chance to do it. Okay? Again, അതിനകത്ത് hyper activity, I want to do it again, അല്ലെങ്കിൽ ഞാൻ വരുന്നു പറഞ്ഞിട്ട് പുറത്തേക്ക് വരും. So let them wait for your turn, let them finish and I'll get back to you. Okay? So if you have a helper, they will help the children to sit. അപ്പോൾ ഇവിടെ ഒരു physical change വന്നു. And once the children are back to their chair, now BALL is over. Now ഇവർ ബോൾ ഉണ്ടാക്കാൻ പോവാണ്. So the teacher is going to introduce a flower. നമ്മുടെ പ്ലേ ഡോ അല്ലെങ്കിൽ ക്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാണെന്ന് വെക്കുക. So you're introducing the clay. എല്ലാവരും ഒരു കുഞ്ഞു ബോൾ ഉണ്ടാക്കുക. That is the theme, the third one. ആ പീരീഡിന്റെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ആ ഒരു എന്താ പറയുക ടേബിളിന്റെ മിഡിലിൽ നിങ്ങൾ ആ ഒരു പ്ലേ ഡോ കൊണ്ടുവയ്ക്കുന്നു. And everybody sit around the table or on the floor. എന്നിട്ട് let them make. ടീച്ചർ തന്നെ എടുത്തിട്ട് എങ്ങനെയാ ഒരു ബോൾ ഉണ്ടാക്കുന്നത് ടീച്ചർ എടുത്തിട്ട് രണ്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തു. Come, let's do it, let's try it. So there you are introducing fine motor, there you are introducing group activity, there you are improving their conversation, reciprocal communication, you are modeling. അതിന്റെ കൂടെ തന്നെ group cohesion sense is improving, the child's attention is improving, child is learning, children's എന്താ പറയാ sitting tolerance is improved, and also it's a multi-sensory session. Yes or no? Yes. Yeah. So that's the way you will be introducing concepts. ഞാനിത് പറയുന്നത് ഒരു 7 year to 8 yearലേക്ക് 5 to നിങ്ങളുടെ കരിക്കുലം ഡിപ്പെൻസ് ഓൺ യുവർ കരിക്കുലം എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. So I put it a very simple concept because to make everyone understand. So it will be very effective when you have this kind of creative activities within you. എപ്പോഴും മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഗിവ്സ് യു എ വെരി എന്താ പറയാ ഈസി പ്രോഗ്രസ്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടികൾ, ആ കുട്ടികളെ ക്ലാസ്സിൽ നമ്മൾ ഇരുത്തി മാനേജ് ചെയ്യണ്ട. യു ആർ ആക്ച്വലി മേക്കിംഗ് ദ മൂവ്. സോ ദേ ഓൾറെഡി ഗെറ്റ് ദെയർ സെൻസേഷൻ. അപ്പൊ പിന്നെ നമ്മൾ എന്താ പറയാ അവർക്ക് ഓൾറെഡി സെൻസറി ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞു, മനസ്സിലായോ? സോ ദേ ഓൾറെഡി ഹാവ് എ സെൻസറി ഡയറ്റ് ദെയർ. കഴിഞ്ഞു ക്ലാസ്സിൽ തന്നെ സെൻസറി ഡയറ്റ് കിട്ടി. ആൻഡ് ദ അതർ ടീച്ചർ ഇസ് കമ്മിങ്. സോ ഷീ വിൽ ഓൾസോ ഇൻട്രൊഡ്യൂസ് സംതിങ് ഓർ ദ അതർ which involves movement in the session. So that will be like, it will help you to manage your class better. പിന്നെ ഈ സംഭവം ലൈഫ് ടൈം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൺസ് ദ ചിൽഡ്രൻ അതങ്ങനെയല്ല. വൺസ് ദ ചിൽഡ്രൻ സ്റ്റാർട്ട് ഇംപ്രൂവിംഗ് ദർ സിറ്റിംഗ് ടോളറൻസ്, നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ, ഇപ്പൊ കുറച്ചുകൂടി നേരം ഇരിക്കുന്നുണ്ട്. സോ ഈ ഇരിക്കുന്നതിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ പതുക്കെ കൂട്ടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ 30 minutes സെഷൻ ആണെന്ന് വിചാരിക്കുക. 30 minutes സെഷനിൽ 5 minutes നിങ്ങൾ ഇരുത്തുന്നു, 5 minutes കളിപ്പിക്കുന്നു, അടുത്ത 5 minutes ഇരുത്തുന്നു, 5 minutes കളിപ്പിക്കുന്നു. ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് അവരുടെ സിറ്റിംഗ് ടോളറൻസ് ഇംപ്രൂവ് ചെയ്യുന്നു വരുമ്പോൾ വാട്ട് യു ഡു ഇസ് 5 minutes വരെ നിങ്ങൾ 7 minutes നിങ്ങൾ ഇരുത്തുന്നു ആൻഡ് 3 minutes കളിപ്പിക്കുന്നു, 7 minutes ഇരുത്തുന്നു, 3 minutes കളിപ്പിക്കുന്നു, പോകും. അവന്റെ സിറ്റിംഗ് ടോളറൻസ് വീണ്ടും ഇംപ്രൂവ് ആകുമ്പോഴത്തേക്ക് സോ വാട്ട് യു ഗോണ ഡു ഇസ് 10 minutes ഇരുത്തുന്നു, 5 minutes കളിപ്പിക്കുന്നു, again 10 minutes എടുക്കുന്നു. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചൈൽഡ്സ് ഇംപ്രൂവ്മെന്റ്. അത് നിങ്ങൾ ഗ്രേഡ് ചെയ്ത് കുട്ടിയുടെ സിറ്റിംഗ് ടോളറൻസ് ഇംപ്രൂവ് ആകും. To the point, the child can sit for 20 minutes to 30 minutes continuously. The children will sit. Okay? എന്നിട്ടും ഇരിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ you can do class adaptations and class modifications. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ you can introduce like wall cushions, air cushions ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഫിജിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഈ പറയുന്ന എന്താ പറയാ വാൾ കുഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിലൊരു സിമ്പിൾ സംഭവം കുട്ടികൾക്ക് പ്രോപ്രിയോസെപ്റ്റീവ് സീക്വൻസിനാണെങ്കിൽ വാൾ കുഷൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾ നമ്മുടെ ചെയറിൽ പുറകിലോട്ട് ചാരി ഇങ്ങനെ ഇരുന്ന് നല്ല സ്ക്യൂസ് ചെയ്യില്ലേ, സെൽഫ് സ്ക്യൂസ് ചെയ്തിട്ട് കുട്ടികൾ ഇരിക്കും. അതുപോലെ ബോൾ കുഷൻസ്, അതായത് ഒരു ചെറിയ സെൻസറി ഡിസ്ക് എന്ന് പറയും അതിനെ, ഡിസ്കിനെ നിങ്ങളുടെ ചെയറിന്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയറിന്റെ ഒന്നുകിൽ കാല് കൊണ്ട് നമ്മൾ പിള്ളേർ അതിനെ പുഷ് ചെയ്തിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കുന്നതിന്റെ താഴെ ഇട്ടുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ദേ വിൽ വോബിൾ ചെയ്തിരിക്കും. സോ ഇല്ലാന്നുണ്ടെങ്കിൽ യു കെൻ ഇൻട്രൊഡ്യൂസ് എ തെറപ്പി ബോൾ, ഒരു ചെറിയ തെറപ്പി ബോൾ കുട്ടികൾക്ക് കാല് താഴെ വെച്ച് ബാലൻസ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും അല്ല. സോ തെറപ്പി ബോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സിറ്റ് വിത്ത് ദാറ്റ് and sit on the ball ഇരുന്നുകൊണ്ട് മൂവ് ചെയ്ത് they can learn.
not necessarily every child has to sit on the chair. നമ്മള് ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറുക. ഈ കുട്ടികളുടെ സിറ്റിംഗ് ടോളറൻസ് ഇംപ്രൂവ് ആവുന്നതനുസരിച്ച് അവരെ സ്ലോലി സിറ്റിംഗ് ടോളറൻസ് ഇംപ്രൂവ് ചെയ്യിക്കുക. ഐ മീൻ സ്ലോലി അവരെ ചെയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അവരുടെ അഡാപ്റ്റേഷൻസ് കുറച്ച് കൊണ്ടുവരിക. ദാറ്റ്സ് ഓൾ. The best person will be your occupational therapist at the center. ഇപ്പൊ എനിക്ക് ഇപ്പൊ പറയുന്ന ആ ക്ലാസ് റൂം അറിയുമെങ്കിൽ by name I can tell you ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്യൂ, ഈ കുട്ടിക്ക് ഇത് ചെയ്യൂ എന്ന് പറയാം. But like at the moment I can give you a gross general idea. ഓക്കെ മാം, കുഴപ്പമില്ല. ഞാൻ മാമിനെ കോൺടാക്ട് ചെയ്യും. ഞാൻ തണലിന്റെ ഡോക്ടറാണ്. ഞാൻ നമ്മൾ ആ ഒരു ക്ലാസ് റൂം പ്ലാനിങ്ങിൽ നമ്മൾ കുറച്ച് ഫേർണിച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാമിന്റെ ഒരു സപ്പോർട്ട് വേണ്ടി വരും. ഞാൻ മാമിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നു. Actually speaking, ഈ ഒരു presentation I don't think it was successful because I couldn't explain and I couldn't make you guys do something which is actually important. So I'm hoping like next time I can come down and I can see you guys on pay. I mean, what do you call it? Like face on to, and we'll see. Face to face, namukku kaanam. Okay. Yeah. All right. Anyone else? Anything else? If anyone has something to ask, you can come up anytime. I'm available. So if you have something to ask now, okay, sure, Kana. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ ഉണ്ടെങ്കിൽ ആവാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. Sure. Thank you, Tanal, for giving me an opportunity to talk to you guys. So it's my pleasure to be here and to explain something which I know. ഞാനും നിങ്ങളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഓരോ സ്ഥലത്തു നിന്നും ഓരോ ആളുകളിൽ നിന്നും കീപ് ലേണിംഗ്. അതിന് പ്രായമൊന്നുമില്ല. ചെറിയ ആളുടെ നിന്നാണെങ്കിലും വലിയ ആളുടെ നിന്നാണെങ്കിലും കീപ് ലേണിംഗ്. വി ഹാവ് ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് ടു ലേൺ. സ്പെഷ്യലി ഒരു നമ്മളെ പോലെ സ്പെഷ്യൽ നീഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന റീഹാബിലിറ്റേറ്റേഴ്സ്, വി ഡു എ very very prominent job in the society. So we learn a lot of things from every person, even from the child himself. We learn a lot of things. So keep learning. All the best. Thank you so much. ഓക്കെ, താങ്ക് യു മാം. നമ്മുടെ ഗായത്രി മാമിന് മറ്റുള്ളവർക്ക് നന്ദി പറയുന്നതിനായിട്ട് നമ്മുടെ കുറ്റ്യാടിയിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആതിര മാമിനെ ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി SDP എടുത്തു തന്ന ഗായത്രി മാമാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് മാം എടുത്തത്. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു സബ്ജക്ട് തന്നെയാണ് മാം ഇന്ന് ഇവിടെ എടുത്തു തന്നത്. അതുകൊണ്ട് തന്നെ മാമിന് എന്റെ പേരിലും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ഓരോ സ്റ്റാഫിന്റെ പേരിലും തണൽ കരുണയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ മെസ്സേജസും ഞാൻ കാണുന്നുണ്ട്. ആതിര മാമിനോടൊപ്പം തന്നെ എല്ലാവരുടെ മെസ്സേജസും കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ആദ്യത്തെ കുറച്ച് പാർട്ട് തിയറി ആയതുകൊണ്ട് വളരെ ഡ്രാഗി ആയിരുന്നു. ബട്ട് ദെൻ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവോൾവിംഗ്, പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും. താങ്ക് യു സോ മച്ച്. And it's a nice pleasure meeting every one of you. Thank you, Ms. Adira. All right. Thank you all of you. Thank you.